നമ്മളെ ദൈവം വിളിച്ചു കൂട്ടുമ്പോൾ ദൈവം നമ്മളുടെ ഈ കൂട്ടായ്മയിലൂടെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലൂടെ ലക്ഷ്യമാക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധീകരണമാണ്. രണ്ടാമതായി ദൈവം ലക്ഷ്യമാക്കുന്നത് നമ്മളുടെ ശക്തീകരണം. മൂന്നാമത് ദൈവം നമ്മളുടെ ജീവിതത്തെ മഹത്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ജീവിതത്തിൽ മഹത്വീകരിക്കപ്പെടാൻ ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം മഹത്വമാർജിക്കാനാണ്, കൃപ സ്വീകരിക്കാൻ, ഉയരാൻ, വളരാൻ ഒക്കെയാണ്. ചിലപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടും ആ മഹത്വീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം കടന്നു വരാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന് അതിൻ്റെ മുമ്പ് നടക്കേണ്ട ഈ 2 കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തിയുടെ വിശുദ്ധീകരണത്തിന് ആനുപാതികമായി മാത്രമേ ആ വ്യക്തിയിൽ ശക്തി പ്രകടമാകുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അശുദ്ധി ഉള്ളപ്പോൾ, പാപമുള്ളപ്പോൾ, മാലിന്യമുള്ളപ്പോൾ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൽ ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുകയില്ല. ആത്മശക്തിയുള്ള മനുഷ്യരായി മാറിയാലേ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനും പ്രതിസന്ധികളിൽ പതറാതിരിക്കാനും തിന്മയെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള ഒരു ശക്തി നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മളുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണം അനിവാര്യമാണ്. ചിലപ്പോൾ നമ്മളുടെ ബാഹ്യ ജീവിതത്തിൽ നമ്മൾ കാര്യമായ തിന്മകളൊന്നും ചെയ്യുന്നവരായിരിക്കില്ല. പൊതുവെ മാന്യമായി നമ്മൾ ജീവിക്കുന്നവരായിരിക്കും. എന്നാൽ ദൈവമക്കളുടെ വിശുദ്ധീകരണം അതിനേക്കാളെല്ലാം ഉപരിയാണ്. ചില സാമൂഹ്യമായ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു മാറുമ്പോഴുണ്ടാകുന്ന ആ വിശുദ്ധിയല്ല, അതിനേക്കാൾ ഉന്നതമായ ഒരു വിശുദ്ധിയിലേക്കാണ് ദൈവം തൻ്റെ മക്കളെ വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ജീവിതത്തിൽ കൂടുതൽ ശക്തിയുള്ള വ്യക്തികളായി മാറണമെങ്കിൽ, കൂടുതൽ മഹത്വമാർജിക്കണമെങ്കിൽ കൂടുതൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ അവസാനിപ്പിക്കേണ്ടതല്ല. നിരന്തരമായ വിശുദ്ധീകരണത്തിന് നമ്മൾ വിധേയപ്പെട്ടുകൊണ്ടിരിക്കണം. വിശുദ്ധീകരണത്തിന് ആനുപാതികമായിട്ടാണ് ശക്തീകരണവും മഹത്വീകരണവും നടക്കുക. ചിലപ്പോൾ ജീവിതമൊക്കെ സ്റ്റാഗ്നൻ്റായി പോയത്, ഒരു മരവിച്ച് പോയത്, ഒരു അനക്കമില്ലാത്തതുപോലെ പോകുന്നത് എവിടെയോ ഏതോ ഒരു പോയിന്റിൽ വെച്ച് നമ്മുടെ ശുദ്ധീകരണ പ്രക്രിയ നിന്നുപോയി. അപ്പം നിരന്തരമായ വിശുദ്ധീകരണം വിശുദ്ധരായ മനുഷ്യർക്കും ആവശ്യമാണ്. അതുകൊണ്ടാണല്ലോ മാർപ്പാപ്പയൊക്കെ ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുന്നത്. അപ്പം നിരന്തരമായി നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് ഇരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് ദൈവം നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ ആഗ്രഹിക്കുന്നു. കൂടുതൽ കൃപകൾ ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. കാരണം ദൈവം നമ്മുടെ പിതാവാണ്, നമ്മൾ അവിടുത്തെ മക്കളാണ്. അപ്പോൾ നമ്മൾ വളരണമെന്നുള്ളത് തന്നെയാണ് കർത്താവിൻ്റെ ആഗ്രഹം. എന്നാൽ ആ കൃപ സ്വീകരിക്കുവാൻ കൂടുതൽ വിശുദ്ധീകരണത്തിനായി ദൈവത്തിൻ്റെ തിരുമനസ്സിന് നമ്മൾ വിധേയപ്പെടേണ്ടതും ആവശ്യമാണ്. ചിലപ്പോൾ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ മാതാപിതാക്കൾ കൂടുതൽ ആഴമായ വിശുദ്ധീകരണത്തിലേക്ക് കടന്നു വരാൻ ദൈവം ആഗ്രഹിക്കുന്നു. മക്കളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ മക്കൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ചെയ്യേണ്ടത് അവരവരെ തന്നെ കൂടുതൽ വിശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം കൂടുതൽ വിശുദ്ധരായി ജീവിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് കൃപ ഒഴുകും. ചിലപ്പോൾ അവരുടെ പ്രതിസന്ധികൾ, അവരുടെ വഴിമുട്ടുകൾ മാറും നമ്മൾ കുറേ കൂടി വിശുദ്ധീകരിക്കാൻ തയ്യാറാകുമ്പോഴും. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ വലിയ തിന്മകളൊന്നും ആയിരിക്കില്ല നമ്മളുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ ആഴമായ വിശുദ്ധീകരണത്തിന് കൂടുതൽ മേഖലകളിൽ
നമ്മൾ ശുദ്ധി ചെയ്യപ്പെടേണ്ടതാണ്. ആ ശുദ്ധീകരണം കൂടുതൽ ദൈവകൃപ നമ്മളിലേക്കും നമ്മൾ വഴി കുടുംബത്തിലേക്കും വരും തലമുറകളിലേക്കും ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരിക്കലൊരു പിതാവ് പറഞ്ഞു, അദ്ദേഹം വളരെ മാന്യനായിട്ട് ജീവിക്കുന്നു, പള്ളിയിലെ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന മനുഷ്യനാണ്, പ്രാർത്ഥിക്കും, കുടുംബ പ്രാർത്ഥനയുണ്ട്. പക്ഷേ അദ്ദേഹം സ്വകാര്യമായിട്ട് മദ്യപിക്കും. അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ചില കൂട്ടുകെട്ടുകളും ക്ലബ്ബുകളും ഒക്കെ ഉണ്ട്. അത് ഒരിക്കലും ഉപേക്ഷിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് മകളുടെ വിവാഹം എന്തു ചെയ്താൽ നടക്കുന്നില്ല, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് നടക്കുന്നില്ല. ഒടുവിൽ അദ്ദേഹം ആ മകളോടുള്ള സ്നേഹത്തെ പ്രതി അദ്ദേഹം തീരുമാനമെടുത്തു, എൻ്റെ സ്വകാര്യ മദ്യപാനവും കൂട്ടുകെട്ടുകളും ഞാൻ എന്നേക്കുമായി എൻ്റെ മകൾക്ക് വേണ്ടി, മകളെ പ്രതി ഞാൻ ഉപേക്ഷിക്കുന്നു. അങ്ങനെ ഒരു സമർപ്പണം നടത്തി പ്രാർത്ഥിച്ചപ്പോൾ ഒരൊറ്റ മാസം കൊണ്ട് വിവാഹം നടക്കുന്ന അനുഭവം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ നടത്തുന്ന ചില സമർപ്പണത്തിലൂടെ, ആഴമായ വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കുകൾ പോലും നീങ്ങിപ്പോയി അവർ അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിരന്തരം നമുക്ക് എവിടെയെങ്കിലും ജീവിതത്തിൽ ഒരു വഴിമുട്ടൽ അനുഭവപ്പെടുമ്പോൾ പ്രാർത്ഥിച്ചിട്ടും മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ, എവിടെയാണ് ഞാൻ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമുള്ളത്? നീ എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നത്? അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന തലത്തിലെല്ലാം മാറ്റങ്ങൾ വരുത്തുമ്പോൾ ദൈവം ഇടും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനു മുമ്പായി നാം നമ്മുടെ ജീവിതത്തെ മാറ്റാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഒരു മാറ്റം അനിവാര്യമാണ്. ഇങ്ങനെ പോയാൽ പോരാ എൻ്റെ കുടുംബം എന്ന് തോന്നുന്നുവെങ്കിൽ നമ്മൾ അതിനു മുമ്പായി തീരുമാനിക്കണം, അതിനനുസരിച്ചുള്ള ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ ഞാൻ വരുത്തും. ഹല്ലേലൂയ. ഈ രാത്രിയിൽ കർത്താവ് നമ്മളെ വിളിച്ചു ചേർത്തിരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. ആഴമായ വിശുദ്ധീകരണത്തിലൂടെ ശക്തിയുള്ളവരായിട്ട് മാറുക. ശക്തിയില്ലെങ്കിൽ നമുക്കറിയാം പ്രതിസന്ധികളും വെല്ലുവിളികളും നേടാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയുടെ അഭിഷേകം കൂടുതൽ അളവിൽ കിട്ടണമെങ്കിൽ കൂടുതൽ നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം 2 കൊരിന്തോസ് 6, 16, 17, 18 വാക്യങ്ങളാണ്. അതിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനമായിരിക്കും. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരോട് പൂർണ്ണമായി വേർപിരിയുകയും ചെയ്യുവിൻ. അശുദ്ധമായതൊന്നും നിങ്ങൾ സ്പർശിക്കരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കുമെന്ന് സർവശക്തനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ തുടങ്ങുന്നത് നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് എന്ന വചനത്തോടു കൂടിയാണ്. നമ്മളെല്ലാവരും ധാരാളം കേട്ടിട്ടുള്ള വചനമാണ്. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. 1 കൊരിന്തോസ് 3:16 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു, അതുകൊണ്ട് നമ്മൾ ദേവാലയമാണ് എന്ന് ബൈബിൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ദേവാലയം നടന്നു പോകുക. കാരണം നമ്മളിൽ ദൈവം വസിക്കുന്നു, ദൈവ സാന്നിധ്യമുണ്ട്. ദൈവ സാന്നിധ്യമാണ് നടന്നു പോകുന്നത്. നമുക്കും ആ ബോധ്യമുണ്ടാകണം. മറ്റു വ്യക്തികൾ നടന്നു പോകുമ്പോൾ ഓർക്കണം, ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് ആ നടന്നു പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ് എന്നുള്ള സത്യം നമ്മുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സത്യമായിട്ട് മാറും. അതുകൊണ്ട് ഈ വചനം നമുക്കൊന്ന് ഏറ്റുപറയുന്നത് നല്ലതായിരിക്കും. നമുക്കൊന്ന് ഏറ്റുപറയാം, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ,
നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. അടുത്തിരിക്കുന്ന ആള് നോക്കി പറയാം, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. ഇനി കണ്ണുകൾ അടച്ച് വലതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. ഞാൻ ജീവിക്കുന്ന ദൈവത്തിന്റെ ആലയമാണ്. എന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. എന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ചിലപ്പോൾ നമുക്ക് പ്രായമായിരിക്കാം, തൊലിയൊക്കെ ചുക്കിച്ചുളുങ്ങിയിട്ടുണ്ടാകാം, നിറം മങ്ങിയിട്ടുണ്ടാകാം, ആരോഗ്യം ക്ഷയിച്ചിട്ടുണ്ടാകാം, അംഗവൈകല്യം ഉണ്ടാകാം. പക്ഷേ നമ്മുടെ മൂല്യം അതിലൂടെയൊന്നും അല്ല അളക്കുന്നത്. മറിച്ച് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവസാന്നിധ്യമാണ് ജീവിതത്തിന് മൂല്യം നൽകുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന വീടിൻ്റെ പേരിന് വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസ് ലോകം മുഴുവനും ശ്രദ്ധിക്കുന്ന ഒരു സ്ഥലമാണ് വൈറ്റ് ഹൗസ്. ഒത്തിരി സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് അവിടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ വൈറ്റ് ഹൗസ് കാണാൻ പോകാറുണ്ട്. പക്ഷേ ഈ വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് അത്ര വലിയ ഹൗസൊന്നുമല്ല. ഒരു അതിനേക്കാൾ വലിയ വീട് നമ്മുടെ കേരളത്തിൽ ചില വ്യക്തികൾക്കുണ്ട്. അതുപോലെ ലോകത്തിലെ പല രാജ്യങ്ങളിലെയും രാഷ്ട്രത്തലവന്മാർ ജീവിക്കുന്ന കൊട്ടാരങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ദരിദ്രമായ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ജീവിക്കുന്ന കൊട്ടാരത്തെക്കാളും ചെറുതാണ് അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കുന്ന വൈറ്റ് ഹൗസ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിന് ഭയങ്കര പ്രാധാന്യമാണ്. അതിനെ വളരെ ആദരിക്കുന്നു. അതിനൊരുപാട് സെക്യൂരിറ്റി സംവിധാനങ്ങളുണ്ട്. ആളുകളത് കാണാൻ പോകുന്നു. അപ്പോൾ എന്താണ് വൈറ്റ് ഹൗസിന് ഇത്രമാത്രം മൂല്യം ഉണ്ടാകുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, ആ കെട്ടിടത്തിൻ്റെ വലിപ്പത്തിലല്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യത്തിൻ്റെ അധിപൻ താമസിക്കുന്ന ഭവനമായതുകൊണ്ടാണ് അതിന് വിലയുണ്ടാകുന്നത്. അവിടെ പ്രസിഡന്റ് താമസിക്കുന്നില്ല, ഏതെങ്കിലും ചേട്ടനാ താമസിക്കുന്നതെങ്കിൽ ഇവിടെയൊക്കെ ഗൾഫുകാർ പണിത് പല വീടും പോലെ ഒരു വീടായിരിക്കുള്ളത്. അത്രേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനകത്ത് താമസിക്കുന്ന വ്യക്തിയുടെ മഹത്വമാണ് ആ കെട്ടിടത്തിന് മഹത്വം കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ നമ്മുടെ മഹത്വം എവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിന് മഹത്വം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ വെറും ഒരു മനുഷ്യജീവി അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവമക്കളാണ്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ ഒന്നുമില്ല, ഒരു നോബഡിയാണ്, എന്നെക്കൊണ്ട് ഒന്നും പ്രയോജനമില്ല, വിലയില്ല, ആരുമില്ല എന്നൊന്നും ചിന്തിക്കരുത്. കാരണം ദൈവം നമ്മുടെ ഉള്ളിൽ സദാ സന്നിഹിതനാണ്. ഇത് തിരിച്ചറിയുമ്പോൾ എനിക്കാരുമില്ല എന്നുള്ള ചിന്ത വരില്ല. ഈ ഉള്ളിൽ വസിക്കുന്ന ദൈവവുമായി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിച്ചാൽ, സംസാരിക്കാൻ പഠിച്ചാൽ, പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ, ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ പറ്റിയാൽ ഏകാന്തതയെ, ഒറ്റപ്പെടലിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. നമ്മൾ കരുത്തരായിട്ട് മാറും. എനിക്ക് ആരുമില്ല, ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത്. ഞാൻ ഒരിടത്ത് പോകുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ദൈവവും കൂടി യാത്ര ചെയ്യുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ചെങ്കടലിനെ രണ്ടായിട്ട് വിഭജിച്ച, സീനായ് മലയിൽ ഇടിമുഴക്കത്തിൻ്റെ അകമ്പടിയോടെ വെളിപ്പെട്ട സർവശക്തനായ ദൈവം എൻ്റെ ഉള്ളിൽ തൻ്റെ അരൂപിയിലൂടെ വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഭയപ്പെടരുത്. ഒറ്റയ്ക്കൊരിടത്ത് യാത്ര പോകുമ്പോൾ നീ ഒറ്റയ്ക്കല്ല, നിൻ്റെ ഉള്ളിൽ നിൻ്റെ ദൈവമുണ്ട്. ആ ദൈവത്തിന് ഏത് പ്രതിസന്ധിയിലും നിന്നെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള അവബോധമുണ്ടെങ്കിൽ നീ കരുത്തുള്ള വ്യക്തിയായിട്ട് മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്ന് തിരിച്ചറിയണം. ദൈവം, നമുക്കറിയാം, വൈറ്റ് ഹൗസിന് ചുറ്റും സെക്യൂരിറ്റിക്കാരുണ്ട്, പടയാളികളൊക്കെ ഉണ്ട്. എന്തുകൊണ്ടാണ്? ആ ബിൽഡിംഗ് അതിൽ വസിക്കുന്ന വ്യക്തിക്കുള്ള സംരക്ഷണയ്ക്ക് വേണ്ടിയാണ്. ഇതുപോലെ ദൈവമക്കളെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ സെക്യൂരിറ്റി സംവിധാനങ്ങളൊക്കെ ഉണ്ട് ദൈവത്തിന്. സകല വ്യക്തികൾക്ക് ഓരോ കാവൽ ദൂതന്മാരുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഓർത്തു നോക്കുക, നമുക്ക് വേണ്ടി സ്വർഗം ഒരു കാവൽ ദൂതനെ നിയോഗിക്കണമെങ്കിൽ ആ ദൈവത്തിന് നമ്മൾ എത്രയോ പ്രിയപ്പെട്ടവരാണ്.
ഞാനൊരു നോബടിയാണെങ്കിൽ, വേണ്ടാത്തൊരാളാണെങ്കിൽ, ഒന്നുമില്ല, വിലയില്ലാത്ത വ്യക്തിയാണെങ്കിൽ എന്നെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു കാവൽമാലാകായെ എന്തിനാ ദൈവം നിയോഗിക്കേണ്ടത്? ദൈവത്തിന് നീ പ്രിയപ്പെട്ടവനാ. നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് മൂല്യമുണ്ട്. അതുകൊണ്ടാണ് നിന്നെ സംരക്ഷിക്കുവാൻ ഒരു കാവൽമാലാകായെ നിന്റെ ജീവിതകാലം മുഴുവനും നിന്റെ ദൈവം നിനക്ക് തരുന്നത്. നീ ആർക്കും വേണ്ടാത്തവളല്ല, ആർക്കും വേണ്ടാത്തവനല്ല, നോബടിയല്ല. സ്വർഗം നിന്റെ ജീവിതത്തെ വിലമതിക്കുന്നു. നിന്റെ ദൈവം നിന്നെ മാനിക്കുന്നു. ഈ സത്യം നിന്റെ മനസ്സിൽ ഈ രാത്രിയിൽ ആഴത്തിൽ വേരൂന്നിയാൽ അത് നിന്റെ ജീവിതത്തിൻ്റെ ചിന്താഗതികളെ മാറ്റിമറിക്കും. നമുക്കറിയാം, യാത്ര ചെയ്യുമ്പോൾ അകമ്പടി സേവിക്കുക, ഇതൊക്കെ വലിയ വലിയ ആളുകൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ദൈവമക്കളെക്കുറിച്ച് എന്താണ് ദൈവവചനം പറയുന്നത്? സങ്കീർത്തനം 91, 11, 12 വചനങ്ങളിൽ പറയുകയാണ്, നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കുവാൻ വേണ്ടി അവിടുന്ന് തൻ്റെ ദൂതരോട് കൽപ്പിക്കും. നീ യാത്ര ചെയ്യുമ്പോൾ നിന്റെ ജീവിത യാത്രയിൽ നിന്നെ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി, നിന്നെ അകമ്പടി സേവിക്കാൻ വേണ്ടി ദൂതരോട് കൽപ്പിക്കും. അവൻ നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ തങ്ങളുടെ കൈകളിൽ വഹിച്ചുകൊള്ളും. സ്വർഗം നമ്മുടെ ജീവിതത്തെ അത്രമാത്രം വിലമതിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളും നമ്മളുടെ ജീവിതത്തെ വിലമതിക്കണം. നമ്മളുടെ ശരീരത്തെ വിലയില്ലാത്തതായിട്ട് കാണരുത്. ചിലപ്പോൾ ചില ആരോഗ്യക്കുറവുണ്ടായിരിക്കും, മെല്ലിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സൗന്ദര്യക്കുറവുണ്ടായിരിക്കാം, നരച്ചതായിരിക്കാം മുടിയും. അതൊന്നും നമ്മളെക്കുറിച്ചുള്ള ആ മതിപ്പ് കുറയരുത്, ആത്മാഭിമാനം നഷ്ടപ്പെടുത്തരുത്. അതിനകത്തൊക്കെ ഇരിക്കുന്ന ഓർക്കണം, നമ്മുടെ ശരീരത്തെ നമ്മൾ മാനിക്കാൻ പഠിക്കണം. ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മൾ എന്ന തിരിച്ചറിവ് മനുഷ്യ ശരീരത്തെ ബഹുമാനിക്കാനുള്ള അവബോധം നമ്മളിൽ നൽകും. ഇന്ന് മനുഷ്യ ശരീരം ഒരു ഉപഭോഗ വസ്തു പോലെ മാറ്റിയിരിക്കുകയാണ്. അതിന് വിലയില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ദർശനത്തിൽ അതല്ല. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മനുഷ്യൻ്റെ ശരീരം ആദരണീയമാണ്. എൻ്റെ മാത്രമല്ല, മറ്റുള്ളവരുടെയും ശരീരം ആദരണീയമാണെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവം നമ്മളിൽ വസിക്കുന്നത് കൊണ്ട് 1 കൊരിന്തോസ് 6, 19, 20 പൗലോസ് പറയുന്നുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വില കൊടുത്ത് വാങ്ങപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശരീരത്തെ മഹത്വത്തോടു കൂടി നമ്മൾ കാണണം. അതെങ്ങനെ കാണാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി മദ്യം കഴിച്ച്, മയക്കുമരുന്ന് ഉപയോഗിച്ച്, പുകവലിച്ച് തൻ്റെ ശരീരത്തെ നശിപ്പിക്കുമ്പോൾ ആ വ്യക്തി ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അല്ല, തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൂടാരമായ ഈ ശരീരത്തെ നശിപ്പിക്കുമ്പോൾ ദൈവത്തിനെതിരായി പാപം ചെയ്യുകയാണ്. അപ്പം മദ്യം കഴിച്ചു ഏത് വിധത്തിലായാലും ശരി, നമ്മളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ജീവിതശൈലിയിലൂടെ പോകുമ്പോൾ, അത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സാന്നിധ്യത്തെ നമ്മൾ അവഹേളിക്കുകയാണ്. ദൈവ സാന്നിധ്യത്തെ നമ്മൾ അപമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ കൃപ സ്വീകരിക്കാൻ പറ്റും? നമ്മളുടെ ശരീരത്തെ, കർത്താവ് വസിക്കുന്ന കൂടാരമായ നമ്മളുടെ ശരീരത്തെ നമ്മൾ നശിപ്പിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ കർത്താവിനെ നമ്മൾ അവഹേളിക്കുകയാണ്, കർത്താവിനെ നമ്മൾ ധിക്കരിക്കുക, കർത്താവിനെ നമ്മൾ വേദനിപ്പിക്കുകയാണ്. അതുകൊണ്ട് മദ്യപാനം പോലെയുള്ള പ്രവൃത്തികൾ ശരീരത്തിന് മാത്രം എതിരായുള്ള പാപമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിഷേധിക്കുന്ന, ദൈവത്തെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികളാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരണം, പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് വേർതിരിയണം എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും, നിങ്ങളെനിക്ക് പുത്രന്മാരും പുത്രിമാരുമായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്ന് വേർപിരിയ, അശുദ്ധമായ എല്ലാറ്റിൽ നിന്നും വേർതിരിയണം. തെറ്റായ കൂട്ടുകെട്ടുകളിൽ നിന്ന് നമ്മൾ വേർപിരിയണം.
വിശ്വാസവിരുദ്ധമായ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ വേർപിരിയണം. ദൈവത്തിന് ഉചിതമല്ലാത്ത, ദൈവത്തിൻ്റെ മഹത്വത്തിന് ചേരാത്ത മേഖലകളോട് യാത്ര പറയണം, വേർപിരിയണം, കൂട്ടുകെട്ട് പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ ആ ഒരു വേർപിരിയലുണ്ടാകണം. ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായ എല്ലാറ്റിൽ നിന്നുമുള്ള ആ വേർപിരിയലിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്ന എന്താണ്? അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും. അപ്പോൾ ദൈവം നമ്മുടെ പിതാവായിട്ട് മാറുന്ന അനുഭവം ഉണ്ടാകണമെങ്കിൽ ദൈവമഹത്വത്തിന് ചേരാത്ത ഇടങ്ങളിൽ നിന്ന് ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരണം. ദൈവത്തിൻ്റെ മഹത്വത്തോട് ചേരാത്ത എല്ലാത്തിനോടും നമ്മൾ യാത്ര പറയുമ്പോഴാണ് ദൈവം നമ്മളെ സ്വീകരിക്കുന്ന അനുഭവവും ദൈവം നമുക്ക് പിതാവായി തീരുന്ന ദൈവപരിപാലനയുടെ അനുഭവം ഉണ്ടാകും. ദൈവം നമുക്ക് പിതാവായി മാറുമ്പോഴെന്താ സംഭവിക്കുക? ഒന്നാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിലൊരു സുരക്ഷിതത്വ ബോധമുണ്ടാകും. സുരക്ഷിതത്വ ബോധമില്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ മനസ്സെപ്പോഴും അസ്വസ്ഥമാണ്, ഒരു സന്തോഷം ഉണ്ടാകില്ല, ഒന്നിലും സ്വസ്ഥത ഉണ്ടാകില്ല. സ്നേഹമുള്ള ഒരു പിതാവിൻ്റെ തണലിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷിതത്വം, ഇത് ദൈവമക്കൾ അനുഭവിക്കേണ്ടതാണ്. സ്വർഗപിതാവിൻ്റെ ആ സുരക്ഷിതത്വം അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ തെറ്റായ ഇടങ്ങളിൽ നിന്ന് ജീവിതത്തെ വേർതിരിച്ച് മാറ്റിക്കൊണ്ടുവരണം. എങ്കിലേ നമുക്കത് അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഏതാനും നാളുകൾക്ക് മുമ്പ് ശാലോം മാസികയിൽ ഒരു ബോക്സിൽ ഒരു കഥ കണ്ടായിരുന്നു. ഞാനത് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥയാണ്. ആ ചിത്രത്തിൽ ഒരു റോഡിൻ്റെ സൈഡിൽ ഒരു മരം, ആ മരത്തിൻ്റെ ഒരു ശിഖരം റോഡിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട്. ആ ശിഖരത്തിൽ ഒരു പക്ഷിക്കൂട്, അവിടെ ഒരു അമ്മക്കുരുവിയുമുണ്ട്, ഒരു മകൾക്കുരുവിയുമുണ്ട്. ഈ മകൾക്കുരുവി അമ്മക്കുരുവിയോട് ചോദിക്കുക, താഴെ റോഡിൽ കൂടെ ആളുകളിങ്ങനെ ടെൻഷൻ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ മകൾക്കുരുവി അമ്മക്കുരുവിയോട് ചോദിച്ചു, അമ്മേ, നമ്മൾ എത്ര സമാധാനമായിട്ടാണ് ജീവിക്കുന്നത്, നമുക്ക് എത്ര സന്തോഷമാണ്. പക്ഷെ അതേ താഴോട്ട് നോക്കിയേ, ഈ മനുഷ്യരെപ്പോഴും ടെൻഷൻ പിടിച്ചാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, ഇവർക്കൊരു സ്വസ്ഥതയില്ലല്ലോ, എന്താ ഇതിൻ്റെ കാരണമെന്ന് അമ്മക്കുരുവിയോട് ഈ കൊച്ചുകുരുവി ചോദിക്കുകയാണ്. അപ്പോൾ അമ്മക്കുരുവി അതിന് മറുപടിയാണ്, അതേ മോളെ, നമുക്ക് നമ്മളെ പരിപാലിക്കാൻ സ്വർഗസ്ഥനായൊരു പിതാവുണ്ടെന്നറിയാം. അവിടുന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആവശ്യമുള്ള സമയത്ത് തരുമെന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നു. പക്ഷേ ഈ മനുഷ്യർക്ക് എനിക്ക് തോന്നുന്നത് അവർക്ക് സ്വർഗസ്ഥനായൊരു പിതാവുണ്ടെന്നുള്ള ബോധം വന്നിട്ടില്ല. അതുകൊണ്ട് അവരിങ്ങനെ ടെൻഷൻ അടിച്ച് പോകുന്നതെന്ന് ഈ മകളെ അമ്മക്കുരുവി പറഞ്ഞു കൊടുത്ത് ബോധ്യപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു തമാശ കഥ പോലെ തോന്നുമെങ്കിലും ഒരു വലിയ സത്യമുണ്ട്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മളെപ്പോഴും ടെൻഷൻ പിടിച്ചു പോവുക, എപ്പോഴും ഭാരപ്പെട്ടാണ് ജീവിക്കുന്നത്, ഒരു സ്വസ്ഥത അനുഭവിക്കാൻ പറ്റുന്നില്ല ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ശരിയാണ്, ഇത്രയേറെ പ്രശ്നങ്ങളുടെ നടുവിൽ ഇങ്ങനെയൊക്കെ അല്ലാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഈ പ്രശ്നങ്ങളുടെ നടുവിലും സ്വസ്ഥതയുള്ളവരായിട്ട് ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ തരും. ദൈവം അത് ആഗ്രഹിക്കുന്നു. ദൈവത്തിൽ നിന്ന് അത് വാങ്ങിയെടുക്കാൻ പറ്റും. അത് വിശ്വാസത്തിലൂടെയാണ്. എൻ്റെ ദൈവം എന്നെ കരുതും, എൻ്റെ ദൈവം എന്നെ പരിപാലിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം ആവശ്യമാണ്. നമുക്ക് ഈ പോസിറ്റീവ് തിങ്കിങ് പോലെ ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം അനുഗ്രഹിക്കും എന്നൊക്കെ ചുമ്മാ പറഞ്ഞുകൊണ്ടിരുന്നാലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. പോസിറ്റീവ് തിങ്കിങ്ങിലൂടെ വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല. ദൈവം സർവ്വവ്യാപിയാണ്, സർവ്വ എൻ്റെ ഉള്ളിലുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാലും ദൈവം കൂടെയുള്ള അനുഭവം നമുക്ക് കിട്ടുകയില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് ആനുപാതികമായിട്ട് മാത്രമേ ആ വ്യക്തിക്ക് വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതായത് ജീവൻ നൽകുന്ന ഒരു വിശ്വാസം, കൂടെ ദൈവം ഉണ്ടെന്നുള്ള അനുഭവത്തിലേക്ക് നയിക്കുന്ന വിശ്വാസം, ശക്തി പകരുന്ന വിശ്വാസം എനിക്ക് ബുദ്ധി കൊണ്ട് ചിന്തിച്ചെടുക്കാൻ പറ്റില്ല, പോസിറ്റീവ് തിങ്കിങ് കൊണ്ട് പറ്റില്ല. മറിച്ച് അത് നമ്മുടെ വിശുദ്ധീകരണത്തിന് ആനുപാതികമായി മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. ദൈവം അവിടെ ഉണ്ട് എപ്പോഴും. പക്ഷെ ആ ദൈവവുമായിട്ടുള്ള കണക്ഷൻ ശരിയായാലേ അതുകൊണ്ട് കാര്യമുള്ളൂ. വൈദ്യുതി ഒരു ലൈനിലൂടെ പോയാലും നമ്മൾ ശരിയായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട്
നമ്മളുടെ ജീവിതം ഒരു വേർപാടിൻ്റെ ജീവിതമായിരിക്കണം. ദൈവം ആഗ്രഹിക്കാത്ത ഇടങ്ങളിൽ നിന്ന്, ദൈവം ആഗ്രഹിക്കാത്ത വസ്തുക്കളിൽ നിന്ന്, ദൈവം ആഗ്രഹിക്കാത്ത എല്ലാറ്റിൽ നിന്നും ഈ രാത്രിയിൽ വേർപിരിയാൻ നമ്മൾ തീരുമാനിക്കണം. എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്തതൊന്നും എനിക്ക് വേണ്ട, എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിന് ചേരാത്തതൊന്നും എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനമെടുക്കുമ്പോൾ അത് നിനക്ക് ദൈവപിതാവിൻ്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിച്ച് വളരുന്നതിന് കാരണമായിട്ട് തീരുകയും ചെയ്യും. മാത്രമല്ല, ദൈവം പിതാവായിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ അവകാശികളായിട്ട് മാറുന്നു. ദൈവം പിതാവായി മാറുമ്പോൾ ദൈവമക്കൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ സ്വത്തിന്, ദൈവത്തിൻ്റെ നന്മകൾക്കെല്ലാം അവകാശമുള്ള വ്യക്തിയായിട്ട് മാറുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഭിക്ഷക്കാരൻ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് 5 രൂപ തർമ്മം തരണേ എന്ന് ചോദിക്കും. ഭിക്ഷ ചോദിക്കുന്ന അവസ്ഥ. കാരണം അവന് അവകാശമില്ല, ഔദാര്യമാണ് കിട്ടുന്ന തുക. അതുകൊണ്ട് അവന് അങ്ങനെ ചോദിക്കാനേ, മുറ്റത്ത് നിന്ന് ചോദിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ആ കുടുംബത്തിലെ മകന് കോളേജിലെ ഫീസ് കൊടുക്കണമെങ്കിൽ ഭിക്ഷക്കാരനെ പോലെ തെണ്ടേണ്ട കാര്യമില്ല. അപ്പൻ്റെ മുമ്പിൽ അവൻ്റെ അവകാശമാണ്. അവനെ കോളേജിൽ വിട്ട അവൻ്റെ അപ്പൻ അവന് ഉള്ള ഫീസും ഒരുക്കുമെന്നറിയാം. അത് അപ്പൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മകൻ ബേജാറാകില്ല അതിനെക്കുറിച്ച്. അടുത്ത ആഴ്ച ഫീസ് കൊടുക്കണം, അടുത്ത മാസം ഫീസ് കൊടുക്കണം എന്ന് അപ്പനെ അറിയിക്കുക മാത്രമേ ഉള്ളൂ. അത്രമാത്രം ഉറപ്പാണ്. അപ്പൻ തരും, അപ്പൻ ഒരുക്കി തരും. ഇതാണ് അവകാശിയായി കഴിയുമ്പോൾ വ്യത്യാസം. അല്ലെങ്കിൽ നമ്മൾ ഭിക്ഷക്കാരനെ പോലെ നിലവിളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ദൈവം പിതാവായിട്ട് വരുമ്പോൾ ആ പിതാവിനടുത്ത ഒരു ജീവിതം നമ്മൾ നയിക്കാൻ തുടങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവകാശത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും. ഗലാത്യ 4:6-7 വചനങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്, നിങ്ങൾ മക്കളായതുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങൾ മക്കളായതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന തൻ്റെ പുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. ആകയാൽ നീ ഇനിമേൽ ദാസനല്ല, പിന്നെയോ പുത്രനാണ്. പുത്രനെങ്കിൽ ദൈവഹിതമനുസരിച്ച് അവകാശിയുമാണ്. അപ്പോൾ ഈ അവകാശ ബോധത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അപ്പോൾ ദൈവത്തിൻ്റെ മകനും മകളും എന്ന നിലയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തിയും മാധുര്യവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റുക. അല്ലാത്ത വ്യക്തികൾ എപ്പോഴും പ്രാർത്ഥന പോലും ഭിക്ഷാടനം പോലെയായിട്ട് മാറിപ്പോകും. അതുകൊണ്ട് ഈ രാത്രിയിൽ അവകാശത്തോടു കൂടി എൻ്റെ ദൈവത്തിൻ്റെ നന്മകളിൽ പങ്കുചേർന്നുകൊണ്ട് ജീവിക്കുന്ന ആത്മശക്തിയുള്ള, ആത്മധൈര്യമുള്ള ഒരു ജീവിതത്തിൻ്റെ ഉടമയായിട്ട് മാറാനായിട്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. നമുക്കൊരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകൾ അടയ്ക്കാം. ദൈവം നൽകിയ ചിന്തകൾ മനസ്സിലേക്ക് ഒരിക്കൽ കൂടി കൊണ്ടുവരിക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. നമ്മൾ ദേവാലയങ്ങളാണ്. നമ്മളുടെ ശരീരം പവിത്രമാണ്. നമ്മളുടെ ശരീരത്തിന് ഒരുപാട് മൂല്യമുണ്ട്. നമ്മുടെ ശരീരത്തെ നമ്മൾ മാന്യമായി കാത്തു സൂക്ഷിക്കണം. വസ്ത്രം ധരിക്കുമ്പോഴും മുടി ചീകുമ്പോഴും ഒക്കെ ഈ ഒരു വിശുദ്ധിയുടെ, എൻ്റെ ശരീരം പരിശുദ്ധമാണെന്നും എൻ്റെ കർത്താവ് വസിക്കുന്ന എൻ്റെ ശരീരത്തെ ഞാൻ മാന്യമായി സൂക്ഷിക്കണമെന്നുള്ള വലിയ ഒരു ബോധ്യം ഉണ്ടാകണം. ഉഴപ്പി നമ്മൾ ജീവിക്കരുത്. വസ്ത്രം ധരിക്കുമ്പോൾ പോലും നമുക്കുള്ളത് നീറ്റായിട്ട് ധരിക്കണം. ഈ ഒരു അവബോധം, കർത്താവിൻ്റെ കൂടാരമെന്ന നിലയിൽ എൻ്റെ ശരീരത്തെ ഞാൻ മാന്യമായി സൂക്ഷിക്കണം. ആ ശരീരത്തിന് ഹാനികരമായ യാതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് തീരുമാനമെടുക്കാം. മദ്യം, മയക്കുമരുന്ന്, പുകവലി, മറ്റു തെറ്റായിട്ടുള്ള ശീലങ്ങളെല്ലാം ഈ രാത്രിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനായിട്ട് നമ്മളുടെ ശരീരത്തെ നമ്മൾ പ്രതിഷ്ഠിക്കുക. കർത്താവേ, നിൻ്റെ സാന്നിധ്യം എനിക്ക് കൂടുതലായിട്ട് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ സാന്നിധ്യത്തിൻ്റെ മഹത്വത്തിന് ചേരാത്ത എല്ലാ ദുശീലങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു. എല്ലാ തെറ്റുകളും ഞാൻ തിരുത്തുന്നു. നിനക്കിഷ്ടമില്ലാത്ത ഇടങ്ങളിൽ നിന്ന് ഞാൻ വേർപിരിയുന്നു. നീ ആഗ്രഹിക്കാത്തതെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് അങ്ങ് മതി. എനിക്ക് അങ്ങയുടെ സാന്നിധ്യം മതി. എനിക്ക് അങ്ങയുടെ ശക്തി മതി.
എനിക്ക് അങ്ങയുടെ കൃപ മതി, എനിക്ക് അങ്ങയുടെ മഹത്വം മതി, എനിക്ക് അങ്ങയുടെ അനുഗ്രഹം മതി. ഈ രാത്രിയിൽ ആ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ വിടർത്തി ഒരു പുതിയ സമർപ്പണം നടത്തിക്കൊണ്ട്, പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്, കൂടുതൽ ആഴമായ വിശുദ്ധീകരണത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ മഹത്വം, ദൈവമേ സ്തുതി, ഈശോയെ നന്ദി. കൃപയൊഴുക്കണമേ, കൃപയൊഴുക്കണമേ, കർത്താവേ പാപബോധം കൊടുക്കണമേ, തെറ്റുകൾ തിരിച്ചറിയാൻ കൃപ കൊടുക്കണമേ, തെറ്റായ ബന്ധങ്ങൾ ഉപേക്ഷിക്കാൻ കൃപ കൊടുക്കണമേ, തെറ്റായ ശീലങ്ങൾ വിട്ടുപോകട്ടെ, മദ്യത്തിന്റെ അടിമത്തങ്ങൾ വിട്ടുപോകട്ടെ, മയക്കുമരുന്നിന്റെ അടിമത്തങ്ങൾ വിട്ടുപോകട്ടെ, പുകവലി ശീലങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവേ എല്ലാ കൂട്ടുകെട്ടുകളും യേശുനാമത്തിൽ നിർവീര്യമാകട്ടെ, ഹൃദയങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ദൈവശക്തി വ്യാപിക്കട്ടെ, ഹൃദയങ്ങൾ ഉണരട്ടെ. ഹല്ലേലൂയ, 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 വിശുദ്ധീകരിക്കണമേ ദൈവമേ, വിശുദ്ധീകരിക്കണമേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിക്കണമേ. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ ബാഹ്യ ജീവിതം വളരെ നന്നായി പോകുമ്പോഴും നമ്മളുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരുപാട് പുഴുക്കുത്തുകളുണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ ദൈവവും മാത്രം അറിയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിലേക്ക് കടന്നു വന്ന പുഴുക്കുത്തുകളൊക്കെ നമുക്ക് നീക്കിക്കളയാൻ വേണ്ടി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ സ്വകാര്യ ജീവിതത്തിലെ പാപങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. നീ എൻ്റെ ഹൃദയം കാണുന്നുണ്ട്, എൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധി നീ കാണുന്നുണ്ട്, എൻ്റെ സ്വകാര്യ ബന്ധങ്ങളെ നീ കാണുന്നുണ്ട്, എൻ്റെ സ്വകാര്യ പ്രവൃത്തികളെ നീ കാണുന്നുണ്ട്. ഈശോ, എന്നെ കഴുകണമേ. നിനക്കിഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ സ്വകാര്യ ജീവിതത്തിൽ ഞാൻ നീക്കിക്കളയുന്നു. എൻ്റെ സ്വകാര്യ ജീവിതത്തെ കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. പാപബന്ധനങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു, പാപമാർഗങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു. എനിക്ക് അങ്ങയുടെ അനുഗ്രഹം വേണം. എൻ്റെ പാപങ്ങൾ മൂലം എൻ്റെ കുടുംബത്തിലേക്ക് ശാപം കടന്നു വരരുത്. എൻ്റെ രഹസ്യ പാപങ്ങൾ മൂലം എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാതെ പോകരുത്. എൻ്റെ രഹസ്യ പാപങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു. എൻ്റെ രഹസ്യ ജീവിതം കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. എന്റെ വരും തലമുറകൾക്ക് വേണ്ടി എന്നെ വിശുദ്ധീകരിക്കണമേ, എന്നെ മഹത്വീകരിക്കണമേ. ഒരിക്കൽ കൂടി ആ വരികൾ പാടി നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ ദൈവമേ, വിശുദ്ധീകരിക്കണമേ എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിക്കണമേ. ഞങ്ങളെ കഴുകണമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ, അനുതാപത്തിന്റെ വരം നൽകണമേ. തെറ്റിപ്പോയി കർത്താവേ, ഞങ്ങളുടെ രഹസ്യ ജീവിതത്തെ കഴുകണമേ, ഞങ്ങളുടെ രഹസ്യ ജീവിതത്തെ കഴുകണമേ, ഞങ്ങളുടെ തെറ്റുകളെ പൊറുക്കണമേ. യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നോട് കരുണ തോന്നണമേ, എന്നെ കഴുകണമേ, എന്റെ തെറ്റുകൾ ഓർക്കരുതേ, എന്റെ ബലഹീനത നീക്കണമേ, എന്റെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ, എന്റെ ചിന്തകളെ വിശുദ്ധീകരിക്കണമേ.
എൻ്റെ വികാരങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നോട് കരുണ തോന്നണമേ. എന്നോട് കരുണ തോന്നണമേ. ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. എന്നോട് കരുണ തോന്നണമേ. എൻ്റെ ഹൃദയത്തെ കഴുകണമേ. എൻ്റെ ഹൃദയത്തെ കഴുകണമേ. എൻ്റെ ഹൃദയത്തെ കഴുകണമേ. Thank you, Jesus. എന്നെ വിശുദ്ധീകരിക്കണമേ. നമുക്കിരിക്കാം. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് എന്ന സത്യം നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തുന്നത് പോലെ തന്നെ മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിലും വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഉദാഹരണം പറഞ്ഞാൽ വിശുദ്ധ കാമില്ലസിൻ്റെ ജീവചരിത്രത്തിലെ ഒരു കൊച്ചു സംഭവം. വിശുദ്ധ കാമില്ലസ് റോമിലുള്ള അദ്ദേഹത്തിൻ്റെ ആശുപത്രി സന്ദർശിക്കുകയായിരുന്നു. അങ്ങനെ ഒരു വാർഡിൽ ചെന്നപ്പോൾ മനസ്സിൻ്റെ സമനില തെറ്റിയ ഒരു രോഗി തൻ്റെ വസ്ത്രമെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് പൂർണ്ണ നഗ്നനായി നിന്ന് ചില ഗോഷ്ഠികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നേഴ്സുമാർ ദൂരെ മാറി കൂട്ടം കൂടി ഈ മനോരോഗിയുടെ ഗോഷ്ഠികളെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടാണ് കാമില്ലസ് ആ വാർഡിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന് വലിയ വിഷമമായി. അദ്ദേഹം പെട്ടെന്ന് ഓടിച്ചെന്ന് ഈ രോഗിയുടെ പുതപ്പെടുത്ത് അദ്ദേഹത്തിൻ്റെ നഗ്നത ആദ്യം മറച്ചു. അതിനുശേഷം ഈ രോഗിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വന്ന് കട്ടിലിൽ കിടത്തി ശാന്തനാക്കി. അപ്പോൾ ഇത് കണ്ടപ്പോഴേക്ക് നേഴ്സുമാർക്ക് ആകെ പരിഭ്രാന്തിയായി. അതിനുശേഷം അദ്ദേഹം ആ നേഴ്സുമാരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, മനോരോഗിയാണെങ്കിലും അവൻ ദൈവത്തിൻ്റെ ഛായയിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണ്. അവൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അവനെ പുച്ഛിക്കരുത് എന്ന് പറഞ്ഞു. മനോരോഗിയാണെങ്കിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനാണത്. അവൻ്റെ ഉള്ളിലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ട്. അതുകൊണ്ടൊരിക്കലും അവരെ പുച്ഛിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പം മറ്റുള്ളവരോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റമുണ്ടാക്കും. ദൈവത്തിൻ്റെ ആത്മാവ് അവരിൽ വസിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ്. നമ്മൾ മറ്റു മനുഷ്യരെ പൊതുവെ ബഹുമാനിക്കുന്നത് അവരുടെ സ്ഥാനം നോക്കി, അവരോടുള്ള നമ്മുടെ ഇഷ്ടം നോക്കി, അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രയോജനം നോക്കിയൊക്കെയാണ് മനുഷ്യർ. ഇതൊക്കെ മാനുഷിക തലത്തിൽ സംഭവിക്കാം. എന്നാൽ എല്ലാ മനുഷ്യരെയും, ഇതൊന്നും ഇല്ലാത്ത വ്യക്തികളെയും ആദരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിൻ്റെ കാരണം ആ വ്യക്തികളുടെ സ്ഥാനമല്ല, സൗന്ദര്യമല്ല, ആരോഗ്യമല്ല, ആ വ്യക്തിയെ കൊണ്ടുള്ള പ്രയോജനമല്ല. ഇതൊന്നുമില്ലെങ്കിലും ആ വ്യക്തി ആദരണീയനാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നമ്മളുടെ ജീവിത പങ്കാളിയോട് മോശമായി പെരുമാറുമ്പോൾ ആ ജീവിത പങ്കാളിയുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവിനെതിരായിട്ടാണ് പെരുമാറുന്നത്. നമ്മൾ വിചാരിക്കുക, എൻ്റെ ഭാര്യയല്ലേ, എനിക്ക് ദേഷ്യം തോന്നുമ്പോൾ തോന്നിയതൊക്കെ പറയാം, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവൾ എൻ്റെ ഭാര്യ മാത്രമല്ല, അവൾ ദൈവത്തിൻ്റെ മകളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിൻ്റെ കൂടാരം കൂടിയാണ് അവൾ. എൻ്റെ ഭർത്താവിനോട് ദേഷ്യം വരുമ്പോൾ എനിക്ക് വായി തോന്നിയത് പറയാം. ചിന്തിക്കരുത്,
എൻ്റെ ഭർത്താവ് മാത്രമല്ല, അവൻ ദൈവത്തിൻ്റെ മകനാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിൽ വസിക്കുന്നു. മക്കളോട് മോശമായി പെരുമാറുമ്പോൾ, അവരെ മാനിക്കാതിരിക്കുമ്പോൾ, തെറ്റ് ചെയ്യുമ്പോൾ വിചാരിക്കുക എൻ്റെ മക്കളല്ലേ, ഞാൻ അപ്പനും അമ്മയും സ്ഥാനത്തിൻ്റെ മുപ്പുണ്ട്. അത് ഒരു ചെറിയ വശം മാത്രമാണ്. നിൻ്റെ മകനും മകളും എന്ന നിലയിലേക്കാൾ കൂടുതൽ നിൻ്റെ മക്കൾ ദൈവത്തിൻ്റെ മക്കളാണ്. അവരിൽ ദൈവാത്മാവ് വസിക്കുന്നു. അതിനാൽ ആ ദൈവാത്മാവ് വസിക്കുന്നവരുടെ ജീവിതത്തെ നീ മാനിക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ പെരുമാറ്റങ്ങളിൽ മാറ്റമുണ്ടാക്കും, റിലേഷൻഷിപ്പിൽ മാറ്റമുണ്ടാകും. നമുക്ക് മറ്റു വ്യക്തികളെ മാനിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വായിൽ തോന്നുന്നത് പറയുന്നത്. എനിക്ക് ദേഷ്യമുള്ളത് കൊണ്ടല്ല. നമ്മൾ ഉന്നത അധികാരികളുടെ മുമ്പിൽ പോയി വായി തോന്നുന്നത് പറയുമോ? ഇല്ല. നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട്, അവരുടെ സ്ഥാനത്ത് നമ്മൾ മാനിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇതേപോലെ റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. ദൈവമക്കളുടെ ജീവിതം അത്തരത്തില് ലോകം നയിക്കുന്ന പോലെ അല്ല നമ്മൾ പോകേണ്ടത്. റെസ്പെക്റ്റോടുകൂടി തിരുത്താം, വഴക്ക് പറയുക ഒക്കെ ചെയ്യാം. വഴക്ക് പറയുമ്പോഴും ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ മാനിച്ചുകൊണ്ട് നമ്മൾ ചെയ്യണം. എൻ്റെ വികാരങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാതെ പ്രകടിപ്പിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് മുറിപ്പെടും, വേദനിക്കും. അനേക വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരബദ്ധം ഇതൊരു തെറ്റായിട്ട് ആരും കാണാറില്ല. പല വ്യക്തികളും പറയാറുണ്ട്, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഏകാഗ്രതയില്ല, ഒരു ശക്തിയില്ല, ശൂന്യത, ഇതൊക്കെ അനുഭവപ്പെടുന്നു എന്ന് പല ആത്മീയമായ കാര്യങ്ങളിൽ താല്പര്യമുള്ള വ്യക്തികൾ പറയുമ്പോഴും അങ്ങനെയുള്ള പല വ്യക്തികളുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവരുടെ മറ്റു മനുഷ്യരെ മാനിക്കാത്ത സംസാര പെരുമാറ്റ രീതികൾ വഴി ദൈവത്തിൻ്റെ ആത്മാവ് വേദനിക്കുന്നു. തന്മൂലം ദൈവാത്മാവിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള ദൈവാത്മാവ് വിഷമിക്കുന്നു, അസ്വസ്ഥമാകുന്നു. അതുകൊണ്ട് എനിക്ക് ഇരിക്കപ്പുറതിയില്ല, സ്വസ്ഥതയില്ല, ഏകാഗ്രതയില്ല, ബൈബിൾ വായിച്ചാൽ തലേ കയറുന്നില്ല, പള്ളിയിൽ പോയി കുർബാനയ്ക്കിരുന്നാലും ഏകാഗ്രതയില്ല. കാരണം ഇതാണ്, നമ്മൾ ദൈവാത്മാവ് വസിക്കുന്ന മറ്റൊരാളോട് ആദരവില്ലാതെ സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ ആ വ്യക്തിയിലെ പരിശുദ്ധാത്മാവ് തന്നെയാണ് എൻ്റെ ഉള്ളിലും വസിക്കുന്നത്. എൻ്റെ ഉള്ളിൽ ഈ ആത്മാവും അസ്വസ്ഥമാകാൻ തുടങ്ങും. ആത്മാവ് അസ്വസ്ഥമായി കഴിയുമ്പോൾ മനസ്സ് അസ്വസ്ഥമാകും. അത് ശരീരത്തെ ബാധിക്കും. പലപ്പോഴും നമ്മൾ അവഗണിച്ച് കളയുന്ന ഒരു മേഖലയാണിത്. പ്രിയപ്പെട്ടവരെ, പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ കടന്നു വരണം. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചിട്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് വളരാൻ പറ്റുകയില്ല, ദൈവസാന്നിധ്യം അനുഭവിക്കാൻ പറ്റില്ല. അനേകരുടെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം മറ്റുള്ളവരെ മാനിക്കാത്ത, മുറിപ്പെടുത്തുന്ന, പരിഹസിക്കുന്ന സംസാര രീതിയാണ്. അതൊരു പാപമാണെന്ന് പലരും വിചാരിക്കുന്നില്ല. അതൊക്കെ എൻ്റെ ഒരു ബലഹീനത, എനിക്ക് കോപമുള്ളത് എൻ്റെ ഒരു ബലഹീനത ഞാൻ അംഗീകരിക്കുകയാണ്. അത് മാറ്റേണ്ടതായി ശ്രമിക്കാറില്ല പലപ്പോഴും. പക്ഷേ അത് മാറ്റാനുള്ള ഏറ്റവും വലിയ എളുപ്പം മറ്റേ വ്യക്തിയിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ദൈവം കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ സ്വകാര്യതയിൽ പോലും പറയുന്നത് എൻ്റെ ദൈവം കേൾക്കുന്നുണ്ട്, അത് എൻ്റെ ഉള്ളിലെ ആത്മാവിനെ ബാധിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിലെ 10ഉം 11ഉം വാക്യങ്ങളിൽ കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം എന്താണ്? സ്വർഗത്തിൽ അവരുടെ ദൂതൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവരുടെ ദൂതൻ, അവരുടെ കാവൽ ദൂതൻ ദൈവസന്നിധിയിൽ എപ്പോഴും ഉണ്ട്, ദൈവത്തിൻ്റെ മുഖം കണ്ടുകൊണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവദൂതന്മാരെ കാവൽ നിൽപ്പിച്ചിരിക്കുന്ന ആത്മാവിനെ നീ മുറിപ്പെടുത്തുമ്പോൾ, ആ ആത്മാവിനെതിരെ പെരുമാറുമ്പോൾ ആ ദൈവദൂതൻ ആ വിഷമങ്ങൾ ദൈവപിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുമെന്നാണ് ഈശോ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക. സ്വർഗത്തിൽ അവരുടെ ദൂതന്മാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പലപ്പോഴും പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം അതാണ്.
ദൈവപിതാവിൻ്റെ മുമ്പിൽ നമുക്കെതിരായി ദൈവദൂതന്മാർ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ദൈവവുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുകയില്ല. 1-ാം സങ്കീർത്തനത്തിൽ ഭാഗ്യപ്പെട്ട ഒരു ജീവിതത്തെക്കുറിച്ച് സങ്കീർത്തകൻ പറയുന്നുണ്ട്. സങ്കീർത്തനം 1 അതിനകത്ത് പറയുന്നുണ്ട്, ഈ ഭാഗ്യപ്പെട്ട ജീവിതത്തിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ച് എങ്ങനെ പറയുന്നത്. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇല കൊഴിയാത്തതുമായ വൃക്ഷം പോലെ ആണ് അവൻ. അവൻ്റെ പ്രവർത്തനങ്ങൾ സഫലമാകുന്നു. അവൻ്റെ പ്രവർത്തനങ്ങൾ അവൻ്റെ അധ്വാനം ഫലദായകമായിട്ട് തീരും. ആരാണവൻ? 3 കാര്യങ്ങളാണ് അവിടെ സങ്കീർത്തകൻ പറയുന്നത്. 1, ദുഷ്ടരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാത്തവനും. 2, പാപത്തിൻ്റെ വഴിയിലൂടെ നടക്കാത്തവനും. 3, പരിഹാസകരുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാത്തവനും ഭാഗ്യവാൻ. അവൻ നീർച്ചാലിനരികെ നട്ട വൃക്ഷം പോലെയായിരിക്കും, യഥാകാലം ഫലം തരും, അവൻ്റെ പ്രവൃത്തികൾ ഫലമണിയും. ഇന്ന് അനേകരുടെ ജീവിതത്തിലെ പ്രശ്നം ഇതാണ്. രാത്രിയും പകലും അധ്വാനിക്കുന്നുണ്ട്, പക്ഷേ അധ്വാനം ഫലം കാണുന്നില്ല. ഒരുപാട് അറിവുണ്ട്, ഒരുപാട് കഴിവുണ്ട്, പക്ഷേ ജീവിതത്തിൽ അതിൻ്റെ ഫലം കാണുന്നില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ കാണാനുള്ള നിബന്ധനകളിൽ 3 നിബന്ധനകളിൽ ഒന്നാണ് പരിഹാസകരുടെ പീഠത്തിലിരിക്കാത്തവൻ, മറ്റുള്ളവരെ പരിഹസിക്കാത്തവൻ. അവന് പ്രത്യേകമായി ദൈവകൃപ എന്നാണ് പറയുന്നത്. ബൈബിൾ അത്ര പ്രാധാന്യം ഇതിന് കൊടുക്കുന്നുണ്ട്, മറ്റുള്ളവരെ പരിഹസിക്കുന്നതിൻ്റെ ഗൗരവം. അപ്പം മറ്റുള്ളവരെ പരിഹസിക്കാതെ പുച്ഛിക്കാതെ ജീവിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകും. അവൻ്റെ അധ്വാനം വ്യർത്ഥമായി പോകുകയില്ല, അവൻ്റെ കഷ്ടപ്പാടുകൾ ദൈവം പരിഗണിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് പരിഹസിക്കുന്ന സ്വഭാവങ്ങൾ ദൈവമക്കൾക്ക് ചേർന്നതല്ല. മറ്റുള്ളവരെ പരിഹസിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നഷ്ടപ്പെടും. ആത്മീയ ജീവിതത്തിൽ വളരാൻ കഴിയില്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. ചിലർ ആളുകളെ പരിഹസിക്കുന്നത് തമാശയായിട്ടാണ്, തമാശ പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ചെലവിലുള്ള തമാശ അത് പാപമാണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടുള്ള തമാശ പാപമാണ്. മറ്റുള്ളവരുടെ ആത്മാഭിമാനം വ്രണപ്പെടുന്ന, വികാരങ്ങളെ മുറിപ്പെടുത്തുന്ന തമാശകൾ ഒരിക്കലും തമാശല്ല, അത് പാപമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഏതൊരു വ്യക്തിയാണെങ്കിലും ഭാര്യയെ പരിഹസിക്കുക, ഭർത്താവിനെ പരിഹസിക്കുക, ഭാര്യയുടെ വീട്ടുകാരെ പുച്ഛിക്കുക, ഭർത്താവിൻ്റെ വീട്ടുകാരെ പുച്ഛിക്കുക, മാതാപിതാക്കളെ പുച്ഛിക്കുക, ഇതൊക്കെ പലപ്പോഴും ഒരു തെറ്റായിട്ട് മനുഷ്യർ കാണുന്നില്ല. പരിഹസിക്കുന്നത് അവഹേളിക്കുന്നതിന് തുല്യമാണ്. അത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പ്രവൃത്തിയാണ്. അത് ഗുരുതരമായ തെറ്റായി ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മേഖലകളിൽ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ എന്ന് ആത്മപരിശോധന നടത്തണം. ഒരുപക്ഷെ ഭർത്താവിന് കഴിവ് കുറവായിരിക്കാം. നിങ്ങളെക്കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതൊരു വല്ലാത്ത മുറിവാണ്. ഒന്നിനും കൊള്ളാത്ത ഇവനെ കൊള്ളാവുന്നതിനാക്കാൻ വേണ്ടിയാണ് നിന്നെ ദൈവം ഏൽപ്പിച്ചത്. എന്നിട്ട് നീ വീണ്ടും കുറ്റപ്പെടുത്തി വീണ്ടും തകർത്താൽ അവന് പിന്നെ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? അവൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം ദൈവം കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയുന്നതിന് ന്യായമുണ്ടാകും. നമ്മുടെ വേദനയിൽ നിന്നായിരിക്കാം പലപ്പോഴും പറഞ്ഞത്, പക്ഷേ അത് ദൈവഹിതമല്ല, അത് വളർത്തുന്നതല്ല, അത് കുടുംബത്തിന് ഐശ്വര്യം നൽകുന്നതല്ല, അത് എനിക്ക് നന്മയുണ്ടാകുകയില്ല, എൻ്റെ ജീവിത പങ്കാളിയെ നശിപ്പിക്കും. അതുകൊണ്ട് ഒരു വ്യക്തിയെയും കഴിവുകെട്ടവളെന്നോ കഴിവുകെട്ടവനെന്നോ നിന്നെ എന്തിനു കൊള്ളാമെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനെയോ മകളെയോ പുച്ഛിക്കുന്നത് ദൈവത്തെ വേദനിപ്പിക്കുന്നു. അതുകൊണ്ടത് എൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ്. ഒരിക്കൽ ഒരു ഭർത്താവ് എന്നോട് പറഞ്ഞതാണ്. ഇത്തിരി പിടിപ്പുകേടൊക്കെ ഉള്ള ഭർത്താവാണ്. അദ്ദേഹം പലപ്പോഴും പല ബിസിനസ്സിലും പോയി ചാടും. എല്ലാ ബിസിനസ്സിലും കൂട്ടുകാർ പറ്റിച്ച് പൊളിയും. അങ്ങനെ കുടുംബത്തിൻ്റെ കടഭാരം വർദ്ധിക്കും. അദ്ദേഹം പറയാണ്, ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും ഇത് വിജയിക്കുമെന്ന് കരുതിയാണ് പോകുന്നത്. പക്ഷേ അവസാനം പരാജയപ്പെട്ട് കഴിയുമ്പോൾ, പണം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ,
ഭാര്യയുടെ മുഖത്ത് നോക്കാൻ ഭയങ്കര വിഷമമാണ്. എങ്ങനെ അവൾ അഭിമുഖീകരിക്കും? അങ്ങനെ മനസ്സ് തകർന്ന് ഭാര്യയുടെ മുഖത്ത് നോക്കാൻ കഴിയാതെ ഒടുവിൽ തകർന്നു കഴിയുമ്പോൾ വന്ന് പറയും. അപ്പോൾ ഭാര്യ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയും അത്രേ, സാരമില്ല, പണമല്ലേ പോയത്, നിങ്ങളെനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ, എനിക്ക് നിങ്ങൾ മതി എന്ന് പറയും. ആ ഒറ്റ വാക്കാണ് ആത്മഹത്യ ചെയ്യാതെ എൻ്റെ ജീവിതത്തെ പിടിച്ചു നിർത്തിയതെന്ന് ആ ഭർത്താവ് പറയുണ്ടായി. അതേസമയത്ത് എല്ലാം നശിപ്പിച്ചിട്ട് വന്നേക്കുവാണോ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ ഒരുപക്ഷെ അവൻ പോയി ആത്മഹത്യ ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, പരാജയപ്പെട്ട മനുഷ്യനെ വീണ്ടും പരിഹസിക്കരുത്. വീണുപോയവനെ വീണ്ടും അടിച്ചിരുത്തരുത്. കുറവുള്ളവളെ വീണ്ടും നശിപ്പിക്കരുത് കുറ്റപ്പെടുത്തിക്കൊണ്ട്. അത് പണിതുയർത്തുന്ന ഒരു ശൈലിയല്ല, ദൈവമക്കളുടെ ശൈലിയല്ല. അത് കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് തടസ്സമായിട്ട് തീരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് തിരുത്തി കൊടുക്കാം, ഉപദേശിക്കാം, വഴക്ക് പറയാം, ഒക്കെ ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷെ പുച്ഛിക്കരുത്, പരിഹസിക്കരുത്. അത് പാപമായിട്ട് വരുന്നു, അത് വേദനാജനകമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അത് ദുഃഖിപ്പിക്കുന്നത് കൊണ്ട് ഓർക്കണം, ഈ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുക. ഉള്ളിൽ വസിക്കുന്ന കർത്താവ് ദുഃഖിക്കുമ്പോൾ എനിക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റും? എൻ്റെ ഉള്ളിലെ കർത്താവ് വേദനിച്ചുകൊണ്ട് കഴിയുമ്പോൾ എനിക്കെങ്ങനെ സന്തോഷിക്കാൻ പറ്റും? ആത്മീയമായ ശുഷ്കതയുടെ, പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാത്തതിൻ്റെയൊക്കെ കാരണങ്ങളിൽ ഒന്ന് ഇതാണ് എന്നുള്ള സത്യം നമ്മൾ ഈ രാത്രിയിൽ തിരിച്ചറിയണം. അതുകൊണ്ട് പൗലോസ്ലീഹ എഫേസ്യർക്ക് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ തിരുവചനത്തിൽ പറയുന്നുണ്ട്, സകല വിദ്വേഷവും ക്ഷോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടി നിങ്ങൾ ഉപേക്ഷിക്കുവിൻ. എല്ലാ അട്ടഹാസങ്ങളും നമ്മുടെ കുടുംബത്തിൽ നിന്ന് നീക്കിക്കളയണം. ക്ഷോഭങ്ങളും ക്രോധങ്ങളും നീക്കിക്കളയണം. വിദ്വേഷം നീക്കിക്കളയണം. എങ്കിലേ കുടുംബത്തിൽ ദൈവസാന്നിധ്യം വളരുകയുള്ളൂ. ദൈവസാന്നിധ്യം ഉള്ളപ്പോഴാണ് ഐശ്വര്യം കുടുംബത്തിലുണ്ടാകുക. ദൈവസാന്നിധ്യം നശിപ്പിക്കുന്ന സംഭാഷണ രീതി പൂർണ്ണമായിട്ട് നീക്കിക്കളയാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ രാത്രിയിൽ നമ്മൾ പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് ഈ പരിഹാസത്തെ ദൈവം ഇത്ര ഗൗരവമായിട്ടെടുക്കുന്നത്? ഒരു വ്യക്തിയെ പരിഹസിക്കുന്നത് ഇത്രമാത്രം നമ്മൾ പലപ്പോഴും തമാശയായിട്ടിരിക്കും, ചിലപ്പോൾ ദേഷ്യം വന്നപ്പോൾ അങ്ങ് പറഞ്ഞു പോയതായിരിക്കും നമ്മുടെ ശീലം കൊണ്ട്. പക്ഷേ സ്വർഗം അതിനെ ഗൗരവമായിട്ട് കാണുന്നതിൻ്റെ പിന്നിൽ കാരണമുണ്ട്. പരിഹാസത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്നറിയാമോ? അഹങ്കാരവും ക്രൂരതയുമുള്ള ഹൃദയത്തിൽ നിന്നാണ് പരിഹാസം കടന്നു വരുന്നത്. ഹൃദയത്തിൻ്റെ വലിയൊരു ബന്ധനത്തിൻ്റെ അടയാളമാണ് മറ്റുള്ളവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത്. അഹങ്കാരിയായ മനുഷ്യൻ്റെ സുഭാഷിതം 21:24 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യൻ്റെ പേർ പരിഹാസകൻ എന്നാണ്. അപ്പോൾ അഹങ്കാരത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ നിയമങ്ങളെ ധിക്കരിക്കുന്ന മനോഭാവത്തിൽ നിന്ന്, എളിമയില്ലായ്മയിൽ നിന്നാണ് പരിഹാസം വരുന്നത്. മറ്റൊന്ന് ക്രൂരതയാണ്. ഇവിടെ മറ്റേ വ്യക്തിയെ ജീവനോടെ കൊല്ലുകയാണ് പരിഹസിക്കുമ്പോൾ. അപ്പോൾ ക്രൂരതയും അഹങ്കാരവുമുള്ള ഒരു ഹൃദയം ആ വ്യക്തിക്ക് ഉള്ളത് കൊണ്ടാണ് ആ വ്യക്തിക്ക് ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നതും ബൈബിൾ ഇതിനെ വളരെ ഗൗരവമായിട്ട് കാണുകയും ചെയ്യുന്നത്. പ്രഭാഷകൻ്റെ 23:15 പറയുന്നുണ്ട്, നിന്ദനം ശീലിച്ചവൻ ജീവിതകാലത്തൊരിക്കലും പക്വത നേടുകയില്ല. ഇപ്പം പ്രായം പലർക്കുമുണ്ട്, ശാരീരിക വളർച്ചയുണ്ട്, പക്വതയില്ല. നിന്ദനം ശീലിക്കുന്ന വ്യക്തികൾക്ക് പക്വത നേടാൻ കഴിയില്ല. പക്വത വന്നാലാണ്, ഇപ്പോൾ ഒരു മരം, പ്ലാവായിക്കോട്ടെ മാവായിക്കോട്ടെ, വളർന്നാലും ചില മാവുകളൊക്കെ വളർന്നാലും ഫലം ചൂടുന്നില്ല. പക്വത വരുമ്പോഴാണ് ഫലം ചൂടുന്ന ജീവിതം ഉണ്ടാകുക. നമ്മുടെ ജീവിതത്തിൽ പ്രായമുള്ളത് കൊണ്ട്, വിദ്യാഭ്യാസമുള്ളത് കൊണ്ട് ഫലം ചൂടുന്ന ജീവിതമായിട്ട് മാറുന്നില്ല, മറിച്ച് പക്വത വരണം. ഈ പക്വത ആർജിക്കുന്നത് മറ്റുള്ളവരെ മാനിക്കാൻ കൂടി പഠിച്ചുകൊണ്ടാണ്. മറ്റുള്ളവരിലെ ദൈവസാന്നിധ്യത്തെ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു കൃപ നമുക്ക് കിട്ടുക. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ പരിഹസിക്കുക, പുച്ഛിക്കുക, അപമാനിക്കുക എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തോടെ കാണേണ്ട ഒരു മേഖലയുണ്ട്. അത് മാതാപിതാക്കളുമായി ഉള്ള ബന്ധമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ നോഹയുടെ ജീവിതത്തിലെ ഒരു സംഭവം പറയുന്നുണ്ട്. ജലപ്രളയത്തിന് ശേഷം
9-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ നമുക്ക് വായിക്കാൻ പറ്റും. ജലപ്രളയത്തിന് ശേഷം നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. എന്നിട്ട് വീഞ്ഞുണ്ടാക്കി വീഞ്ഞ് കഴിച്ച് ലഹരി പിടിച്ചു. അവൻ ജലപ്രളയമൊക്കെ കഴിഞ്ഞപ്പോൾ സ്വസ്ഥതയായി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് പിന്നെ അദ്ദേഹം ചെയ്തത് മുന്തിരിത്തോട്ടം ഉണ്ടാക്കി, വൈൻ കഴിച്ച് ലഹരി പിടിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ലഹരി പിടിച്ച് ഒരു ദിവസം വസ്ത്രമില്ലാതെ നഗ്നനായി നോഹ തൻ്റെ കൂടാരത്തിൽ കിടക്കുകയാണ്. മദ്യം ഒരു വ്യക്തിയെ ഏതവസ്ഥയിലേക്ക് എത്തിച്ചു നോക്കുക. ദൈവം തിരഞ്ഞെടുത്ത ഉന്നതനായ വ്യക്തിയാണ്. പക്ഷേ ഇതാ തുണിയില്ലാതെ കിടക്കുന്നു മദ്യത്തിൻ്റെ ലഹരിയിൽ. അങ്ങനെ നോഹ മദ്യലഹരിയിൽ വസ്ത്രമില്ലാതെ കിടക്കുന്നത് കാനാൻ്റെ പിതാവായ ഹാം, മക്കളിൽ ഒരാളായ ഹാം, കാനാൻ്റെ പിതാവായ ഹാം കണ്ടു. അപ്പൻ മദ്യപിച്ച് തുണിയില്ലാതെ കിടക്കുന്ന കണ്ടപ്പോൾ ഹാമിന് ഒരു തമാശ തോന്നി. ഹാം കൂടാരത്തിൻ്റെ പുറത്തിറങ്ങി കൈകൊട്ടി മറ്റു സഹോദരങ്ങളെയൊക്കെ വിളിച്ചു. ദേ അപ്പൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ, വന്ന് നോക്കിക്കേ, അപ്പൻ്റെ അവസ്ഥ നോക്കിക്കേ എന്നെല്ലാം പറഞ്ഞ് സഹോദരങ്ങളെല്ലാം വിളിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൻ വിവസ്ത്രനായി ലഹരി പിടിച്ച് ബോധമില്ലാതെ കിടക്കുന്നത്. പക്ഷേ ഹാമിൻ്റെ സഹോദരങ്ങളായ ഷേമും യാഫേത്തും ഇത് കേട്ടപ്പോൾ അവർക്ക് വിഷമം തോന്നി. അവരെന്ത് ചെയ്തു? അവർ ഓടി വന്ന് അപ്പൻ്റെ വസ്ത്രമെടുത്ത് അപ്പൻ്റെ നഗ്നത മറച്ചു. പക്ഷെ ഹാം നഗ്നത മറക്കുകയല്ലേ, ഇത് വിളിച്ചു കൂവയത്. അപ്പൻ്റെ അവസ്ഥ കാണിച്ചു കൊടുത്ത് അപ്പനെ അപമാനിച്ചു. ഉറക്കം തെളിഞ്ഞപ്പോൾ സംഭവിച്ചതൊക്കെ നോഹ അറിഞ്ഞു. തൻ്റെ മകനായ ഹാം താൻ നഗ്നനായി കിടക്കുന്ന കണ്ട് വിളിച്ചു കൂവി എല്ലാവരെയും അറിയിച്ചു, നാണക്കേടുണ്ടാക്കി, അപമാനിച്ചു എന്നറിഞ്ഞപ്പോൾ നോഹയ്ക്ക് വിഷമമുണ്ടായി. നോഹ ഉടൻ തന്നെ ഹാമിനെ ശപിക്കുക. ഹാം തൻ്റെ സഹോദരങ്ങൾക്ക് ദാസ്യവേല ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കുക. അതേസമയത്ത് ആരോടും പറയാതെ തന്നെ വസ്ത്രമുടിപ്പിച്ച യാഫേത്തും ഷേമും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഹാമിൻ്റെ സന്തതി പരമ്പരകളാണ് കനാന്യർ. കനാൻ ദേശം നമുക്കറിയാം. കനാൻ ദേശത്തെ 7 ജാതികൾ അവർ അധാർമികതയിലൂടെ നശിച്ച് ദൈവകോപത്തിനിരയായി അവർ നശിപ്പിക്കപ്പെട്ടു നമുക്കറിയാം. അപ്പോൾ ഈ കനാന്യരുടെ പിതാവായ ഹാമിൻ്റെ ജീവിതത്തിൽ പിതാവിൻ്റെ ഒരു ശാപം കടന്നു വന്നതായിട്ട് ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ അപ്പൻ്റെ നഗ്നത അനാവൃതമാക്കിയ മകൻ ശാപഗ്രസ്തനായി തീർന്നു. അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവകൃപ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളിൽ ഒന്ന് മാതാപിതാക്കളെ പരിഹസിക്കുക, മാതാപിതാക്കളെ അപമാനിക്കുക, പുച്ഛിക്കുക തുടങ്ങിയ പ്രവൃത്തികളാണെന്ന് പല ജീവിതങ്ങളെയും അടുത്ത് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ കുറവുള്ളവരായിരിക്കാം. പക്ഷെ അവരുടെ കുറവുകൾ വിളിച്ചു പറഞ്ഞ് നടക്കാൻ പാടില്ല. അവരെ മാനിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവർ അവഹേളിക്കപ്പെടാൻ നമ്മൾ കാരണമാകരുത്. മാതാപിതാക്കളുടെ കുറവുകൾ മൂടിവെക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവരുടെ കുറവുകൾ വിളിച്ചു പറഞ്ഞ് അവരെ അപമാനിക്കുന്നവർ ശപിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരുന്നു. ചിലർ പ്രായമായി കഴിയുമ്പോൾ, മാതാപിതാക്കൾ പ്രായമായി കഴിയുമ്പോൾ, ചെറിയ പ്രായത്തിൽ അവർക്കുണ്ടായ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾക്ക് പകരം വീട്ടുന്നത് അവരെ പുച്ഛിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടറാണ്. അദ്ദേഹം വേദനയോടെ പറഞ്ഞു, കുറേ വർഷങ്ങളായി വീട് പണിയാൻ ശ്രമിച്ചിട്ട് വീട് പണിയാൻ പറ്റുന്നില്ല. വരുമാനമുണ്ട്, പക്ഷെ എപ്പോൾ വീട് പണിയാൻ തുടങ്ങുന്നു അപ്പോൾ മറ്റെന്തെങ്കിലും പ്രശ്നം വന്ന് തടസ്സം വരുന്നു. വർഷങ്ങളായി ഇത് മനസ്സിനെ മടുപ്പിക്കുകയാണ്. വീട് പണിയാനുള്ള സാഹചര്യങ്ങളുണ്ട്, പക്ഷെ വീട് പണിയാൻ പറ്റുന്നില്ല. അങ്ങനെ നിരാശനായി അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങനെ വിഷമം പറഞ്ഞപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത്. അപ്പൻ കുടുംബത്തിൽ ഒരുപാട് കടബാധ്യതകൾ വരുത്തി വെച്ചായിരുന്നു. ഈ കടബാധ്യതകളെല്ലാം ഈ മകൻ ഡോക്ടറായതിനു ശേഷമാണ് കൊടുത്തു വീട്ടിയത്. അപ്പോൾ ഈ മകൻ അതിൻ്റെ ഒരു അഹങ്കാരമുണ്ട്. അപ്പൻ വീട് കടം കയറി മുടിച്ചു, ഞാൻ കടമൊക്കെ വീട്ടി വീടിനെ ഐശ്വര്യപ്പെടുത്തി.
അതുകൊണ്ട് അതിനുശേഷം അപ്പനോടൊരു പുച്ഛഭാവമാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ അപ്പനെ കുത്തി സംസാരിക്കും, വേദനിപ്പിക്കും. കാരണം കടം വീട്ടിയത് ഞാനാണ്, കുടുംബത്തെ രക്ഷപ്പെടുത്തി ഞാനാണ്, അപ്പൻ നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം നിരന്തരമായിട്ട് ഈ അപ്പനെ കുത്തി മുറിവേൽപ്പിക്കുകയും അപ്പനെ ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മകനായിരുന്നു. അപ്പം ഞാനിത് ഈ കാര്യത്തിൽ പശ്ചാത്തപിക്കണം, പിതാവിനോട് മാപ്പ് പറയണം, പിതാവിൻ്റെ അനുഗ്രഹം വേണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അതിൻ്റെ ഗൗരവം മനസ്സിലായി. അദ്ദേഹം വളരെ ദൂരെയാണ് താമസിക്കുന്നതെങ്കിലും അദ്ദേഹം അധികം വൈകാതെ വീട്ടിലേക്ക് വണ്ടി കയറി. വീട്ടിൽ ചെന്ന് അപ്പനോട് സോറി പറയാം, അപ്പനോട് കാല് പിടിച്ച് മാപ്പ് ചോദിച്ചു, അവൻ്റെ അഹങ്കാരത്തിന് മാപ്പ് ചോദിച്ചു. അപ്പൻ പൊട്ടിക്കരഞ്ഞു. അപ്പൻ്റെ ഉള്ളിൽ ഒത്തിരി വേദനയുണ്ടായിരുന്നു. എന്ത് കാര്യം പറയുമ്പോഴും ഈ അപ്പനെ മകൻ കുത്തുമായിരുന്നു. അപ്പൻ ആശ്വാസമായി അപ്പൻ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം വന്ന് വീട് പണിയാൻ പ്ലാൻ ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ വളരെ പെട്ടെന്ന് വീട് പണി തീരുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാക്കന്മാരുടെ അനുഗ്രഹം മക്കളുടെ ഭവനത്തെ ബലവത്താക്കി മാറ്റും. പിതാക്കന്മാരുടെ കണ്ണുനീര്, മാതാക്കളുടെ കണ്ണുനീര് അനേക കുടുംബങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെയോ മുൻ തലമുറകളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിലുള്ള കണ്ണുനീരുകൾക്ക് കാരണമായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയും ഉണ്ടെന്ന് മനസ്സിലായാൽ ദൈവത്തോട് നമ്മൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ കുടുംബങ്ങൾ ഐശ്വര്യപ്പെടുന്നതിന് വളരെയേറെ ആവശ്യമാണ്. തിന്മ കലർന്ന സംസാരം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നുവെന്ന് പൗലോസ് എഫേസ്യർക്ക് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 29-30 വചനങ്ങളിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. രക്ഷയുടെ ദിനത്തിന് വേണ്ടി നിങ്ങളെ മുദ്രിതമാക്കിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. വ്യക്തമായിട്ട് വചനം പറയുകയാണ്. തിന്മയുടെ വാക്കുകൾ, നമ്മുടെ വാക്കുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. വാക്കുകൾ നമുക്കറിയാം, വചനം വഴിയാണ് ദൈവം എല്ലാം സൃഷ്ടിക്കുന്നത്. വചനം വഴിയാണ് ദൈവം നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത്. വചനത്തിന് ശക്തിയുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കിനും ശക്തിയുണ്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകണമെങ്കിൽ, മാറ്റമുണ്ടാകണമെങ്കിൽ വാക്കുകളെ വിശുദ്ധമായിട്ട് ഉപയോഗിക്കുവാൻ നമ്മൾ പ്രത്യേകം പഠിക്കണം. അല്ലായെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കും എന്ന് പൗലോസ് ശ്ലീഹ നമ്മളെ വ്യക്തമായിട്ടും പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നൈറ്റ് വിജിലിൽ പങ്കെടുക്കുന്ന നമ്മൾ ഇന്നൊരു തീരുമാനമെടുക്കണം. എൻ്റെ സംസാര രീതിയിൽ ഒരു മാറ്റം ഉണ്ടാകണം. എൻ്റെ സംസാരം ദൈവഹിതമനുസരിച്ചാകണം. അത്ഭുതകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങളുടെ വ്യക്തിത്വം വളരും. നിങ്ങൾക്ക് കൂടുതൽ ആഴമായ ബന്ധങ്ങളുണ്ടാകും. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ ജീവിതത്തിലുണ്ടാകും. ചെറിയ കാര്യമായിട്ട് വിചാരിക്കരുത്. സംസാരത്തിൽ തെറ്റുപറ്റാതിരിക്കാൻ ദൈവഹിതമനുസരിച്ചുള്ളൊരു സംഭാഷണ രീതി നമുക്കുണ്ടാകും. മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ ഒഴിവാക്കണം. മറ്റുള്ളവരെ സുഖപ്പെടുത്തുന്ന വാക്കുകൾ പറയണം. മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന വാക്കുകൾ പറയണം. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന വാക്കുകൾ പറയണം. അങ്ങനെ സംസാരിക്കാൻ ബോധപൂർവം നമ്മൾ പരിശീലിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി നമ്മൾ പ്രാർത്ഥിക്കണം. ഈ അടുത്ത നൈറ്റ് വിജിൽ വരെയുള്ള ഈ ഒരു മാസം മറ്റു കാര്യങ്ങളിലേക്ക് ഈ ഒരൊറ്റ കാര്യം ഫോക്കസ് ചെയ്യുക. ഇതിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക. എൻ്റെ സംസാരം എൻ്റെ കുടുംബത്തെ പടുത്തുയർത്തുന്നതും എൻ്റെ പ്രിയപ്പെട്ടവരെ പടുത്തുയർത്തുന്നവരാക്കി മാറ്റാൻ സഹായിക്കണമേ പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കണം. പക്ഷേ നമ്മൾ ബോധപൂർവം പരിശ്രമിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ സംസാര രീതിയിൽ മാറ്റം വരികയില്ല. കാരണം എന്താണ്? ഈശോ പറയുന്നുണ്ട്, ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-35 വചനങ്ങളിൽ പറയുന്നുണ്ട്, നല്ല മനുഷ്യൻ നന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു, ദുഷ്ടനാകട്ടെ തിന്മയുടെ ഭണ്ഡാരത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹൃദയമാകുന്ന ഭണ്ഡാകാരത്തിൽ
വെറുപ്പും വിദ്വേഷവും വാശിയും ദേഷ്യവും കോപവും എല്ലാം അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും പുറത്തു വരുന്ന വാക്കുകളിലും അതൊക്കെ കലർന്നിരിക്കും. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണ് അധരങ്ങൾ സംസാരിക്കുന്നത്. ഞാൻ മുറിപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ മുറിവുകൾ കിടക്കുന്നുണ്ട്, എനിക്ക് ശുദ്ധീകരണവും സൗഖ്യവും ആവശ്യമാണ് എന്നതിൻ്റെ അടയാളമാണ് എൻ്റെ സംസാരത്തിലെ വൈകല്യങ്ങളൊക്കെ. അപ്പോൾ ഹൃദയത്തിലാണ് പ്രശ്നം കിടക്കുന്നത്. ഹൃദയം മാറാതെ നമുക്ക് സംസാരത്തിലും പെരുമാറ്റത്തിലും ബലം പിടിച്ചുണ്ടാക്കുന്ന മാറ്റങ്ങൾ നിലനിൽക്കുകയില്ല. എത്ര ബലം പിടിച്ചാലും അറിയാതെ നമ്മൾ വീണു പോകുന്നു. ഈശോ വീണ്ടും പറയുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ വചനം, വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്, അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നുവെന്ന്. അപ്പം ഹൃദയത്തിൽ നിന്നാണ് ഇതെല്ലാം പുറപ്പെടുന്നത്. അപ്പം ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കേണ്ടത് ആവശ്യമാണ്. യെശയ്യാ 17:9 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതാണ്, ശോചനീയമാംവിധം ദുഷിച്ചതാണ്, അതിനെ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? കർത്താവായി ഞാൻ മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. കർത്താവിന് മാത്രമേ നമ്മുടെ ഹൃദയത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കി തരണമേ. നമ്മൾ വിചാരിക്കും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, അങ്ങനെ നമ്മൾ ചിന്തിക്കുക. പക്ഷേ ഹൃദയത്തിൻ്റെ ശോചനീയമായ അവസ്ഥ നമുക്ക് ബോധ്യപ്പെട്ടാൽ അത് നമ്മളെ എളിമപ്പെടുത്തും. കൂടുതൽ വിശദീകരണത്തിലേക്ക്, കൂടുതൽ പ്രാർത്ഥനയിലേക്ക്, ദൈവാശ്രയത്വത്തിലേക്ക് അത് നമ്മളെ നയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിൽ കൃപയൊഴുകാൻ തുടങ്ങും. നമുക്ക് ആവശ്യങ്ങളൊക്കെ ഒരുപാടുണ്ട്, നമ്മൾ കാണുന്ന പ്രശ്നങ്ങളൊക്കെ പുറത്താണ്. പക്ഷേ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള താക്കോല് നിൻ്റെ ഹൃദയത്തിലാണ്. നിൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, നിൻ്റെ ഹൃദയത്തിൽ ദൈവം നിറയുമ്പോൾ, ദൈവാത്മാവ് നിറയുമ്പോൾ, ആ ദൈവാത്മാവ് നിൻ്റെ ജീവിതത്തിൽ പരിപാലനയുടെ വാതിലുകൾ തുറക്കും, നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കും. നിൻ്റെ ജീവിതയാത്രയിൽ സുഗമമായി മുന്നോട്ട് പോകാനുള്ള വഴികൾ അവൻ നിനക്ക് ഒരുക്കിത്തരും. നീ ചെയ്യേണ്ടത് നിന്നെ തന്നെ ശുദ്ധീകരിക്കാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ എളിമപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹൃദയം മാറണം, അതാണ് പ്രശ്നം. ഹൃദയം എങ്ങനെ മാറ്റാൻ പറ്റും? ഹൃദയത്തെ മാറ്റാൻ മനുഷ്യന് സാധിക്കുകയില്ല. പലതരത്തിലുള്ള മെഡിറ്റേഷൻ ടെക്നിക്കുകൾ ലോകത്തിലുണ്ട്. ഒരു മെഡിറ്റേഷൻ ടെക്നിക്കിനും മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റാൻ പറ്റില്ല. ഈ മെഡിറ്റേഷൻ വഴി ധ്യാന മുറകൾ കൊണ്ടൊക്കെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കും. കുറേയൊക്കെ മനസ്സിൻ്റെ ശക്തിയൊക്കെ ഒരു പരിധി വരെയൊക്കെ വർദ്ധിപ്പിക്കാനും സാധിക്കും. പക്ഷേ ഒരു മെഡിറ്റേഷനും മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ദുഷ്ടത മാറ്റാൻ സാധിക്കുകയില്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധി മാറ്റാൻ സാധിക്കുകയില്ല. മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റാൻ കഴിയുന്ന ഏക വ്യക്തി യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഒരു പുതിയ ഹൃദയമാണ്. നമ്മുടെ സഭയുടെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കുക, ഹൃദയങ്ങളെ മാറ്റുന്ന ദൈവം യേശുക്രിസ്തു മാത്രമാണ്. നോക്കാം, മഗ്ദലന മറിയത്തിൻ്റെ ഹൃദയത്തിൽ മാറ്റമുണ്ടായി. ക്രിസ്ത്യാനികളെ കൊല്ലാൻ നടന്ന സെയിൻറ്റ് പോളിൽ മാറ്റമുണ്ടായി. മരുഭൂമിയിലെ ആദ്യ നൂറ്റാണ്ടിലെ താപസപിതാക്കന്മാരിൽ പ്രശസ്തനായ ഒരു സന്യാസി വര്യനാണ് മോസസ്. ഈജിപ്തിലെ മണലാരണ്യത്തിൽ തപസ് ചെയ്ത് ഒരുപാട് വ്യക്തികളെ വിശുദ്ധീകരിച്ച വിശുദ്ധനായ മോസസ് ഒരു കൊള്ളക്കാരനായിരുന്നു. 70ഓളം കൊള്ളക്കാരുടെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു മോസസ്. ആ മോസസ് രൂപാന്തരപ്പെട്ടത് എങ്ങനെയാണ്? യേശുവിനെ അറിഞ്ഞപ്പോൾ. യേശുവിനെ അറിയുന്തോറും ഹൃദയത്തിൽ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കും. യേശുവിന് മാത്രമാണ് മനുഷ്യ ഹൃദയങ്ങളെ നവീകരിക്കുവാനും മാറ്റുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. യേശുവിൻ്റെ രക്തത്തിന് നമ്മുടെ ഹൃദയത്തിലെ ദുഷ്ടുകൾ പുറത്തു കളയാൻ കഴിയും. യേശുവിൻ്റെ തിരുരക്തത്തിന് ഒരു പുതിയ ജീവിതം തരാൻ നമുക്ക് സാധിക്കും. എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ 36-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഒരു പുതിയ ഹൃദയം ഞാൻ നിങ്ങൾക്ക് നൽകും, ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നിങ്ങൾക്ക് നൽകും,
എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ മറ്റൊരിടത്തു നിന്നും കിട്ടാത്തൊരു കാര്യമാണിത്. ഒരു ആത്മീയ ചര്യകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. ഞാൻ ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്കുകൾ എൻ്റെ ചെറിയ പ്രായത്തിൽ പരിശീലിച്ച വ്യക്തിയാണ്. ഡൈനാമിക് മെഡിറ്റേഷൻ, അതീന്ദ്രിയ ധ്യാനം തൊട്ട് ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്കുകൾ, ഇവയിലൂടെയൊക്കെ ജീവിതത്തെ വിശദീകരിക്കാനും ശക്തീകരിക്കാനും ഒക്കെ എൻ്റെ യൗവനാരംഭത്തിൽ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും അവയൊന്നും ഹൃദയത്തിലൊരു മാറ്റം ഉണ്ടാക്കിയില്ല. ഹൃദയത്തിന് സമാധാനം തന്നില്ല, സന്തോഷം തന്നില്ല. ഒടുവിൽ കർത്താവായ യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞപ്പോൾ അതിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് യേശുവിന് മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കാനും ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കാനും പുതിയ മനുഷ്യരായി മാറ്റാനും സാധിക്കുന്നത്? ഒറ്റ കാരണം കൊണ്ടാണ്. അവൻ്റെ സ്നേഹം. സ്നേഹം നിറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ തിരുഹൃദയം അറിയുമ്പോൾ ആ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്നത്. സ്നേഹത്തിന് മാത്രമേ ഹൃദയങ്ങളെ ചലിപ്പിക്കാൻ പറ്റൂ. സ്നേഹം കൊണ്ട് മാത്രമേ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുള്ളൂ. യേശുവിൻ്റെ സ്നേഹം നമുക്ക് വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെടാൻ മാത്രം, നമുക്ക് വേണ്ടി സ്വർഗ്ഗം ഉപേക്ഷിക്കാൻ മാത്രം, നമുക്ക് വേണ്ടി മൂന്നാടികളിൽ പിടഞ്ഞ് മരിക്കാൻ മാത്രം എന്നെയും നിങ്ങളെയും സ്നേഹിച്ച യേശുവിൻ്റെ സ്നേഹമുള്ള ഹൃദയമാണ് നമ്മുടെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ രാത്രിയിൽ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നു, ഒരു പുതിയ ഹൃദയം എനിക്ക് നൽകണം. ഹൃദയം മാറിക്കഴിയുമ്പോൾ പെരുമാറ്റത്തിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റമുണ്ടാകും. ബലം പിടിച്ച് ജീവിതത്തെ നന്നാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ബലം പിടിച്ച് ഞാനിനി പൊട്ടിത്തെറിക്കുകയില്ല, ഞാനിനി പരദൂഷണം പറയുകയില്ല എന്നൊക്കെ ബലം പിടിച്ച് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് തീരുമാനിച്ചാൽ പ്രിയപ്പെട്ടവരെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം എന്താണ്? നമ്മുടെ വിൽ പവറിന് പരിമിതിയുണ്ട്. എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, ഞാൻ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുമ്പോൾ. ആ സുഹൃത്ത് അദ്ദേഹത്തിന് മദ്യപാനമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അദ്ദേഹത്തെ ധ്യാനം കൂടാൻ ക്ഷണിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ ധ്യാനമൊന്നും കൂടേണ്ട ആവശ്യമില്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഈ മദ്യപാനം നിർത്താൻ പറ്റുമെന്ന് പറയും. അങ്ങനെ മിക്കവാറും എല്ലാ വലിയ നോമ്പിൻ്റെ സമയത്തും അദ്ദേഹം മദ്യപാനം നിർത്തും. ഈ മദ്യം കഴിക്കണമെന്ന് തോന്നുമ്പോൾ പകരം ആദ്യത്തെ വലിയ നോമ്പിൽ അദ്ദേഹം ചെയ്ത് മുറുക്കാൻ തുടങ്ങി, വെറ്റില മുറുക്കാൻ തുടങ്ങി. കാരണം മദ്യം കഴിക്കണമെന്ന് തോന്നുമ്പോഴെല്ലാം വെറ്റില മുറുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് നോമ്പെല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നോമ്പിന് മുമ്പ് അദ്ദേഹത്തിന് മദ്യപാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നോമ്പ് കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചു, അദ്ദേഹത്തിന് മദ്യവും വേണം, വെറ്റിലയും മുറുക്കണം. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞ് അടുത്ത വർഷത്തെ നോമ്പ് വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞു, ധ്യാനം കൂടിയാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോഴും അദ്ദേഹം പറയും, ഇതൊക്കെ ഞാൻ വിചാരിച്ച നിർത്താവുന്ന കാര്യമുള്ളൂ, ധ്യാനമൊന്നും കൂടണ്ട. അങ്ങനെ ആ നോമ്പ് കാലത്ത് അദ്ദേഹം വെറ്റില മുറുക്ക് ഉപേക്ഷിച്ചു, മദ്യപാനം ഉപേക്ഷിച്ചു. പകരം അദ്ദേഹം എന്താ ചെയ്തെന്നറിയാവോ? അദ്ദേഹത്തിൻ്റെ പാൻറ്റിൻ്റെ കീശയിലെ ചോക്ലേറ്റ് മേടിച്ചിടും. എന്നിട്ട് മുറുക്കാനൊക്കെ തോന്നുമ്പോൾ ഒരു ചോക്ലേറ്റ് എടുത്ത് കഴിയും. അങ്ങനെ ആ നോമ്പ് കാലത്ത് ബലം പിടിച്ച് അദ്ദേഹം ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറി. പ്രിയപ്പെട്ടവരെ, കാലങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോക്ലേറ്റ് തിന്നണം, ഇടയ്ക്കിടയ്ക്ക് മുറുക്കുകയും ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയും ചെയ്യണം. ഇതാണ് വിൽ പവർ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തെ ശരിയാക്കാൻ പോകുമ്പോഴുള്ള കുഴപ്പം. കാരണം നമ്മുടെ വിൽ പവറിന് പരിമിതികളുണ്ട്. നമ്മുടെ ഹൃദയത്തെ മാറ്റാൻ പറ്റുകയില്ല. ഹൃദയം മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ബലം പിടിച്ചുള്ള മാറ്റമല്ല ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാറ്റം, സ്വാഭാവികമായിട്ടുള്ള മാറ്റമാണ്. ആർട്ടിഫിഷ്യലായിട്ടുള്ള വ്യക്തിത്വ വികസനമല്ല ക്രിസ്തീയമായിട്ടുള്ള വികസനം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ വരുന്ന ജീവിതത്തിലുള്ള വ്യതിയാനമാണ് ഈ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് വളരെ അനായാസമാണ്. ഇത് നമ്മളല്ല, ദൈവമാണ് നമ്മളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മളുടെ മുഖ്യമായ ലക്ഷ്യം എന്താണ്? മനുഷ്യ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത്, കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നത്, മുറിവുകൾ ഏൽപ്പിക്കുന്നത് നമ്മുടെ വാക്കുകൾ വഴിയാണ്. പിശാച് തൻ്റെ ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ നിർവഹിക്കാൻ വേണ്ടി ഏറ്റവും അധികമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ വാക്കുകളാണ്.
അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ വിശുദ്ധീകരിക്കപ്പെടണം. ദൈവ മക്കളുടെ ഒരു സംഭാഷണ രീതി നമ്മളിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം. പലപ്പോഴും നമ്മുടെ ആധ്യാത്മികതയെ നമ്മുടെ കുടുംബാംഗങ്ങൾ നമ്മളുമായിട്ട് അടുത്ത് ബന്ധപ്പെടുന്നവർ അംഗീകരിക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയോ? നമുക്കുള്ളിൽ ആത്മീയതയൊക്കെ ഉണ്ട്, ദൈവത്തോട് സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മുടെ സംഭാഷണത്തിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി വെളിപ്പെടുന്നില്ല. അത് മുറിപ്പെടുത്തുന്നതും അവഹേളിക്കുന്നതും മറ്റുള്ളവർ മാനിക്കാത്തതുമൊക്കെയാണ്. അതുകൊണ്ട് ഈ നന്മയെല്ലാം പോകുകയാണ്. അമ്മ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പൻ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ആ ഫ്രൂട്ട്സ് ഈ ഇടപെടലിൽ കാണുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മളറിയാതെ, നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്ന നമ്മുടെ സംഭാഷണ രീതിയാണ്. നമ്മുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവരാജ്യത്തിൻ്റെ വികസനത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യപ്പെടലിനും നമ്മുടെ ബന്ധങ്ങൾ ആഴപ്പെടുന്നതിനും നമ്മൾ ആത്മീയമായി വളരുന്നതിനും നമ്മുടെ ജീവിതത്തിലെ ഈ സംഭാഷണ മേഖല പൂർണ്ണമായിട്ടും മാറ്റണം. അതിനായിട്ട് എന്ത് വേണം? ഇതിൻ്റെ എല്ലാം വാക്കുകളുടെ എല്ലാം ഉറവിടമായ ഹൃദയം വിശുദ്ധീകരിക്കപ്പെടണം. ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ രക്തം കടന്നു വരണം. ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് വളരെ ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുക. നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിക്കുന്ന വിപ്ലവകരമായ ഒരു മാറ്റത്തിന് വേണ്ടി ദാഹിക്കണം. പരിശുദ്ധാത്മാവിന് സാധിക്കും. നിങ്ങൾ വിചാരിക്കും ഈ കോപ സ്വഭാവം പാരമ്പര്യമായി കിട്ടിയതാണ്, മാറ്റാൻ പറ്റില്ല എന്ന്. ശുദ്ധ ഫോഷ്കാണത്. ഏത് പാരമ്പര്യമായി കിട്ടിയതും മാറ്റാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. ഇതെൻ്റെ ബലഹീനതയാണ് ഈ കുത്തിമുറിവേൽപ്പിക്കുന്ന ശൈലി എന്ന് വിചാരിക്കരുത്. നിൻ്റെ ബലഹീനതകളിൽ നിന്നെ സഹായിക്കാൻ പരിശുദ്ധാത്മാവുണ്ട്. നിനക്ക് മാറാൻ കഴിയും. നിനക്ക് പുതിയ ഒരു സംഭാഷണ ശൈലി രൂപപ്പെടുത്താൻ കഴിയും. നിൻ്റെ അധരങ്ങളെ വിശുദ്ധീകരിക്കാൻ സാധിക്കും. നിൻ്റെ അധരങ്ങൾ സുഖപ്പെടുത്തുന്ന, ബലപ്പെടുത്തുന്ന, പണിതുയർത്തുന്ന വാക്കുകൾ പുറപ്പെടുവിക്കുന്നതായി മാറും. കർത്താവ് അത് ആഗ്രഹിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഈശോ രാത്രിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം അത് നൽകും. അതിനായിട്ട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ എൻ്റെ ഹൃദയത്തെ നവീകരിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതകളിൽ കിടക്കുന്ന എല്ലാ മാലിന്യങ്ങളും നീക്കിക്കളയണമേ. അവിടെ കിടക്കുന്ന അമർഷങ്ങൾ, അവിടെ കിടക്കുന്ന ക്രോധങ്ങൾ, അവിടെ കിടക്കുന്ന വെറുപ്പ്, അവിടെ കിടക്കുന്ന വാശി, നിരാശകൾ, സങ്കടങ്ങൾ, ഇതെല്ലാം ഈ രാത്രിയിൽ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഒരു പുതിയ ഹൃദയം നമുക്കുണ്ടാകട്ടെ. ഈശോയെ, എൻ്റെ ഹൃദയത്തെ ഞാൻ നിനക്ക് തരുന്നു കർത്താവേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ മകനെ പോലെ ജീവിക്കാൻ, നിൻ്റെ മകളെ പോലെ ജീവിക്കാൻ എനിക്കൊരു പുതിയ ഹൃദയം നൽകണമേ. എനിക്കൊരു പുതിയ മനസ്സ് നൽകണമേ. എനിക്ക് പുതിയ വചനം നൽകണമേ. എന്നെ പുതുതാക്കി മാറ്റണമേ. ഓ, പഴയ ജീവിതം എനിക്ക് വേണ്ട. പഴയ സംസാര ശൈലി എനിക്ക് വേണ്ട. അപ്പാ, എന്നെ അനുഗ്രഹിക്കണമേ. എന്നെ പുതുക്കി പണിയണമേ. പുതിയൊരു അഭിഷേകം നൽകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കോ. കർത്താവ് ഈ രാത്രിയിൽ ഇറങ്ങി വരൂ. നിന്റെ ഹൃദയത്തെ, നിന്റെ മനസ്സിനെ പുതുക്കി പണിയോ. ബന്ധനങ്ങൾ തകരട്ടെ. റിലേഷൻഷിപ്പിലെ തെറ്റുകൾ പോരട്ടെ. കർത്താവിൻ്റെ കൃപ ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തടസ്സമായി നമ്മുടെ വാക്കുകൾ വഴി മറ്റുള്ളവരുടെ ഹൃദയം നൊമ്പരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് മാപ്പ് ചോദിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങളെ, ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ മുറിപ്പെടുത്തിയ പെരുമാറ്റങ്ങൾക്ക് മാപ്പ് ചോദിക്കാം കർത്താവിനോട്. കഴിയുമെങ്കിൽ ഏറ്റവും അടുത്ത നാളുകളിൽ തന്നെ
നേരിട്ട് മാപ്പ് ചോദിക്കേണ്ട വ്യക്തികളോട് മാപ്പ് ചോദിക്കുമെന്നുള്ള തീരുമാനവും കർത്താവിൻ്റെ മുമ്പിലെടുക്കുക. ഈശോ, എൻ്റെ ദേഷ്യത്തിൽ, എൻ്റെ സങ്കടത്തിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ മൂലം എൻ്റെ ജീവിത പങ്കാളി ഒരുപാട് മുറിവേറ്റിട്ടുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ പുച്ഛിച്ചിട്ടുണ്ട്, പരിഹസിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എൻ്റെ പരിഹാസം കൊണ്ട് മുറിവേറ്റവരെയെല്ലാം സുഖപ്പെടുത്തണമേ. അവരുടെ വേദന എടുത്തു നിൽക്കണമേ. എൻ്റെ തെറ്റുകൾക്ക് മാപ്പ് തരണമേ. ദൈവമേ, മുറിപ്പെടുത്തുന്ന എല്ലാ വാക്കുകളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു. എന്നോട് ക്ഷമിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഈ രാത്രിയിൽ കഴുകണമേ. ഈശോ, നിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ഈശോ, എന്നെ നവീകരിക്കണമേ. സ്നേഹം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. വെറുപ്പ് വിട്ടു പോകട്ടെ, സങ്കടം വിട്ടു പോകട്ടെ, മുറിവുകൾ ഉണകട്ടെ, സൗഖ്യം കിട്ടട്ടെ. കർത്താവേ, എല്ലാവരും അനുദപിക്കേണ്ട മേഖലകളെല്ലാം ഓർത്ത് അനുദപിക്കുക. കർത്താവേ, ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല എന്ന് പറയുക. ഈശോ ഈ നിമിഷങ്ങളിൽ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു മാറ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപ ഒഴുക്കണമേ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളിലേക്ക് കൃപ ഒഴുക്കണമേ. ആത്മാവിന്റെ ശക്തി വ്യാപിക്കട്ടെ. യേശുവിന്റെ തിരുരക്തം ഒഴുകട്ടെ. ഹൃദയം കഴുകപ്പെടട്ടെ. അകന്നുപോയ ബന്ധങ്ങൾ കൂടിച്ചേരട്ടെ. അകന്നുപോയ മക്കൾ കൂടിച്ചേരട്ടെ. അകന്നുപോയ മാതാപിതാക്കൾ കൂടിച്ചേരട്ടെ. യേശു നാമത്തിൽ കെട്ടുകൾ പൊട്ടട്ടെ. ഈ സമയത്ത് കർത്താവ് ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയം മറ്റുള്ളവരുടെ പരിഹാസം കൊണ്ടും പുച്ഛം കൊണ്ടും മുറിവേറ്റിട്ടുണ്ട്. അതിൻ്റെ വേദന ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഈശോ ഈ രാത്രിയിൽ അത് എടുത്തു കളയും. അതിനായിട്ട് നിങ്ങളെ പരിഹസിച്ച വ്യക്തിക്ക് മാപ്പ് കൊടുക്കുക. ഒരിക്കലും അതിനെക്കുറിച്ച് ആ വ്യക്തിയോട് പറയാൻ പോകരുത്, കുറ്റപ്പെടുത്താൻ പോകരുത്. യേശു നാമത്തിൽ ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കുക. കർത്താവേ, എനിക്കന്നുണ്ടായ മുറിവ്, അതിലൂടെ ഉണ്ടായ അപകർഷതാബോധം, സങ്കടം, നിരാശ എല്ലാം എടുത്തു നീക്കണമേ. കർത്താവേ, എന്നെ പരിഹസിച്ച ആ വ്യക്തിയോട് ക്ഷമിക്കണമേ. പിശാചിൻ്റെ ചങ്ങലകളെ ഈ രാത്രിയിൽ അറുത്തു മുറിക്കണമേ. ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ ബന്ധത്തിൻ്റെ ഊഷ്മളതകൾ വീണ്ടെടുത്ത് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കുടുംബ ബന്ധങ്ങൾ ഈ രാത്രിയിൽ നവീകരിക്കപ്പെടട്ടെ. കുടുംബത്തിൽ ദൈവത്തിൻ്റെ സമാധാനം വീണ്ടും കടന്നു വരട്ടെ. കർത്താവിൻ്റെ ആത്മാവ് ഈ രാത്രിയിൽ ഒരു പുതിയ അഭിഷേകം കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ നിറയ്ക്കട്ടെ. എല്ലാവരും അനുതാപത്തിൻ്റെ ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക, അനുതാപത്തിൻ്റെ മനസ്സോടെ പ്രാർത്ഥിക്കുക. മാറ്റം തരണമേ കർത്താവേ, മാറ്റം തരണമേ, സുഖപ്പെടുത്തണമേ, മുറിവുണക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ഒരു പുതിയ ഹൃദയം നൽകണമേ, 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 പുതിയൊരു ഹൃദയം നൽകണമേ നാഥ. പാപിയാമെന്നെ കഴുകണമേ നാഥ. പുതിയൊരു ഹൃദയം നൽകണമേ നാഥ. പാപിയാമെന്നെ കഴുകണമേ നാഥ. പുതിയൊരു ഹൃദയം നൽകണമേ നാഥ. പാപിയാമെന്നെ കഴുകണമേ നാഥ. പരിശുദ്ധാത്മാവേ,
വിശുദ്ധീകരിക്കണമേ. എന്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവ് അനേകരെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ദൈവത്തിന്റെ ആത്മാവ് അനേക ഹൃദയങ്ങളെ നവീകരിക്കുന്നു. അവിടുത്തെ സ്നേഹം ഒഴുകുന്നു, അവിടുത്തെ ശക്തി വ്യാപിക്കുന്നു, അവിടുത്തെ കരുണ ഒഴുകുന്നു. ഹൃദയങ്ങൾ മാറട്ടെ, സ്നേഹം ഒഴുകട്ടെ, ദൈവിക ജീവൻ വ്യാപിക്കട്ടെ. പുതിയൊരു ഹൃദയം നൽകണമേ, പുതിയൊരു ഹൃദയം നൽകണമേ, പുതിയൊരു ഹൃദയം നൽകണമേ, പുതിയൊരു ഹൃദയം നൽകണമേ. ഭർത്താവിനെ പരിഹസിച്ച് സംസാരിച്ചപ്പോൾ നിയന്ത്രണം വിട്ട ഭർത്താവ് ഭാര്യയുടെ കഴുത്തിനെ പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച ഒരു രംഗം കർത്താവ് കാണിച്ചു തരുന്നു. ഇപ്പോഴും അത് മറക്കാൻ കഴിയാത്ത ഭാര്യ. ഈ രാത്രിയിൽ കർത്താവ് ആ ദമ്പതികളെ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന 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 Thank you, Jesus. ഓ ആരാധന ആരാധന കർത്താവേ ആരാധന നന്ദി. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. സഹോദരങ്ങൾ എല്ലാവരും കൂടി കഴിവുകേടിനെ പ്രതി പരിഹസിച്ച് ഒറ്റപ്പെടുത്തിയതിൻ്റെ ഫലമായി ഇന്നും സഹോദരങ്ങളുടെ ഭവനങ്ങളിൽ പോകാൻ വിഷമിക്കുന്ന ഒരു മകനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദേഷ്യം വരുമ്പോൾ അമ്മ മകളെ ശപിച്ച് പറയുന്നത് കൊണ്ട് ആ മകളുടെ ഹൃദയത്തിലേറ്റ ഭയങ്കരമായ വേദന, അമ്മയോട് സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥ, വെറുപ്പ് ഇത് ആ മകളിൽ നിന്നും എടുത്തു നീക്കുന്നു. ഹല്ലേലൂയ. എല്ലാ സങ്കടങ്ങളും വിട്ടുപോകട്ടെ യേശുവിന്റെ നാമത്തിൽ. സങ്കടങ്ങളുടെ കെട്ടുകൾ അടിയട്ടെ, കണ്ണുനീര് പുറത്തു വരട്ടെ യേശു നാമത്തിൽ. അടക്കി വെച്ചിരിക്കുന്ന കരച്ചിലുകൾ യേശു നാമത്തിൽ പുറത്തു വരട്ടെ. അടക്കി വെച്ച കരച്ചിലുകൾ യേശു നാമത്തിൽ പുറത്തു വരട്ടെ. സൗഖ്യം നൽകണമേ. ഈ സമൂഹത്തിൽ അനേക നാളുകളായി അടക്കി വെച്ച സങ്കടം കർത്താവ് പുറത്തേക്ക് കണ്ണുനീരായിട്ട് കൊണ്ടുവന്ന് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് കരയാൻ കൃപ കൊടുക്കുന്നത്, കരയാൻ കൃപ കൊടുക്കുന്നത് കൃപയ്ക്ക് നന്ദി. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായി തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഭാവി ജീവിതത്തെ കൊടുക്കാം. ദൈവമേ, എന്നെ കൈപിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ നൈറ്റ് വിജിലിലേക്ക് കടന്നു വന്നപ്പോൾ പ്രത്യേകമായി നമ്മുടെ ഹൃദയത്തിലുണ്ടായിട്ടുള്ള നിയോഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഇന്ന് എന്തിനു വേണ്ടിയാണോ പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച് കടന്നു വന്നത്, ആ പ്രാർത്ഥനാ നിയോഗം ഈ സമയത്ത് സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. കർത്താവേ, നിൻ്റെ മക്കൾ ഒരുപാട് ദൂരെ നിന്ന് യാത്ര ചെയ്ത്
ഈശോ, നിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നത് ഈശോ. അവരുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം നൽകുമെന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പാ, ദൈവമേ, ശാലോമിലേക്ക് കടന്നു വന്നിരിക്കുന്ന, അപ്പാ, കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിയിരിക്കുന്ന നിന്റെ മക്കളുടെ നിലവിളി കേൾക്കണമേ. അവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ. അവരുടെ ആവശ്യങ്ങളിലേക്ക് രാത്രിയിൽ ഇറങ്ങി വരണമേ. അവരുടെ പ്രതിസന്ധികൾ പരിഹരിക്കണമേ. അവരുടെ ചങ്ങലകൾ പൊട്ടിച്ചു കളയണമേ. അവരുടെ ജീവിതങ്ങളെ ഐശ്വര്യപ്പെടുത്തണമേ. നിന്റെ കൃപയുടെ കരങ്ങൾ ഈ രാത്രിയിൽ അവർക്ക് വേണ്ടി നീട്ടണമേ. നിന്റെ ശക്തിയുടെ കരങ്ങൾ, അനുഗ്രഹത്തിന്റെ കരങ്ങൾ, സ്നേഹത്തിന്റെ കരങ്ങൾ ഈ മക്കളെ ഇപ്പോൾ തൊടട്ടെ. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, കൃപ കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒരിക്കൽ കൂടി എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും കണ്ണുകളടച്ച് ഈ കഴിഞ്ഞ മണിക്കൂറിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തെ ഓർത്തെന്ന് പറയാം. അനേകരുടെ ജീവിതത്തിൻ്റെ കെട്ടുകൾ കർത്താവ് ഈ രാത്രിയിൽ അഴിച്ചു കളഞ്ഞിട്ടുണ്ട്. അനേകരുടെ മനസ്സിൻ്റെ സങ്കടങ്ങൾ എടുത്തു കളഞ്ഞു. അനേകരുടെ ശരീരത്തിൻ്റെ തളർച്ചകൾ, രോഗത്തിൻ്റെ വേദനകൾ ഈശോ എടുത്തു നീക്കി. വിശ്വസിക്കുക, അവൻ നിങ്ങളെ തൊട്ടു ഈ രാത്രി. അവൻ നിങ്ങളുടെ കണ്ണുനീര് ഒപ്പിയിട്ടുണ്ട്. അവൻ നിന്റെ നിലവിളിക്ക് ഉത്തരം തന്നിട്ടുണ്ട്. വിശ്വസിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നിന്റെ സ്പർശനത്തിൽ വിശ്വാസത വർദ്ധിപ്പിക്കണമേ. നന്ദി പറയുന്ന കർത്താവേ സ്തോത്രം. ദൈവമേ സ്തുതിക്കുന്നു. ദൈവമേ നന്ദി. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കരങ്ങൾ താഴ്ത്തി കണ്ണുകൾ അടച്ച് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഈ നിമിഷം വരെയുള്ള പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഒരു സ്പർശനം അനുഭവിക്കാൻ കഴിഞ്ഞവർ കൈകൾ പൊത്തുകയും കർത്താവിന് നന്ദി പറയാം. കർത്താവിൻ്റെ ഒരു സ്പർശനം ഈ ദിവസങ്ങളിൽ ഈ സമയത്ത് പ്രത്യേകമായി കിട്ടിയിട്ടുള്ളവർ പ്രത്യേകമായി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അനേകരുടെ ജീവിതത്തിൽ ദൈവം തൊട്ടിരിക്കുന്നു. ഇനി ഏതെങ്കിലും വ്യക്തികളുടെ ശാരീരികമായ വേദനകൾ ഈ സമയത്ത് മാറിപ്പോയി എന്ന് ബോധ്യമുള്ളവർ കൈവെക്കാവോ? ആരുടെയെങ്കിലും? 1, 2, 3, 4, 5, 6. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. നന്ദി നാഥ, നന്ദി നാഥ, നിന്റെ സ്നേഹത്തിനാ. നന്ദിനാഥ, നന്ദിനാഥ, നിന്റെ സ്നേഹത്തിനാ. നന്ദി നാഥ, നന്ദി നാഥ, നിന്റെ കരുതലിനാ.